കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ ഞങ്ങളുടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ കേൾവിക്കാരാകുന്ന നിങ്ങൾക്ക് പ്രചോദനപ്രദമായി തീരുന്നുവെന്ന് അറിയുവാൻ കഴിയുന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പീറ്റർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരോട് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരണമേ, കർത്താവിലേക്ക് അടുക്കുന്നതിന് കാരണമായി തീരണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പമിനിറ്റ് ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നയിലിരിക്കട്ടെ. ദയകൊണ്ട് ഞങ്ങളെ മറയ്ക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങളാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപയാൽ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു ജീവന്റെ വഴി കാണിച്ചു തന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം അറിയിക്കാനായിട്ട് ജോയ്സ് ടിവിയിലൂടെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതിനുവേണ്ടി മുഖാന്തരം ഒരുക്കിയാണ് പാസ്റ്റർ തോമസ് ജോർജ് അവരുകൾക്കും തുടർന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഞാനീ പറയുന്ന സാക്ഷ്യം ആർക്കെങ്കിലും ഒരു അനുഗ്രഹമായ എനിക്ക് വളരെ സന്തോഷമാണ്. ഒരു വ്യക്തിയെങ്കിൽ കർത്താവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് അവൻ കയറുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബ്രദർ പീറ്റർ കല്ലൂർ. കല്ലൂർ എന്ന് പറയുന്നത് വീട്ടുപേരാണ്. എന്നാണ് എൻ്റെ പേര്. ഞാൻ 1960 എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം കോട്ടുപള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് മാതാപിതാക്കള്, അതോടൊപ്പം തന്നെ ഞങ്ങൾ 10 മക്കളായിരുന്നു. ഞാൻ 6ാമത്തെ മകനാണ്. ഞങ്ങൾ തികച്ചും കത്തോലിക്കരായിട്ടുള്ള പാരമ്പര്യത്തിൽ വളരെ ഭക്തരായിട്ട് ജീവിച്ച വ്യക്തികളാണ്. ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കുകയില്ല. മറ്റു പ്രാർത്ഥനകൾക്കൊക്കെ പോകും. മാത്രമല്ല, കുടുംബ പ്രാർത്ഥന വളരെ കർശനമായിട്ട് എൻ്റെ പിതാവ് അല്ലെങ്കിൽ അപ്പൻ അത് വളരെ കർശനമായിട്ട് തന്നെ അത് നടത്തും. ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല. ഒരു ദിവസം മുടങ്ങി അന്ന് ആഹാരമില്ല. അങ്ങനെയുള്ള രീതിയിലാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉറങ്ങിപ്പോകുന്ന പറഞ്ഞ് നേരത്തെ ആഹാരം കൊടുക്കുന്ന മാതാപിതാക്കന്മാരെയാണ് കാണുന്നത്. അത്രമാത്രം സമൃദ്ധിയൊക്കെ ആയിപ്പോയതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അന്നത്തെ കാലത്ത് പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആഹാരം കിട്ടുന്നത് പോലും എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ പ്രാർത്ഥനയാണ് നമുക്ക് അന്നൊരു വിശ്വാസമായിരുന്നത്. അങ്ങനെ കൃത്യമായിട്ടൊക്കെ പ്രാർത്ഥിച്ചൊക്കെ പോന്നു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞത് തികച്ചും മദ്യപാനിയാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വലിയ കുഴപ്പമില്ല. ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, പുള്ളിക്കാരന് ചാരായം വാറ്റി കുടിക്കാനുള്ള ഒരു അറിവും കൂടെ ഉണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, മറ്റു പലർക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ അപ്പൻ നല്ലപോലെ ജോലിയൊക്കെ ചെയ്യും. ഞങ്ങളുടെ കുടുംബത്തോട് ഒരു കയറിന്റെ ബിസിനസ്സാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ചിലർ പുറത്തുനിന്നൊക്കെ വന്ന് സഹായിക്കും. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അപ്പച്ചൻ മദ്യപിക്കുന്നതിന്റെ പേരിൽ ബിസിനസ് കാലക്രമേണ അത് തകരാൻ തുടങ്ങി. മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ബിസിനസ് കയറൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് അപ്പച്ചനെ കാണുകയില്ല. അത് ഒരു ബ്രോക്കറിന്റെ വീട്ടിൽ പോയി അവിടെ പോയി മദ്യപിച്ചൊക്കെ അങ്ങനെ ചില സമയങ്ങൾ ചെലവഴിക്കും. ഞങ്ങൾക്ക് ആകെ വലിയ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ കേട്ടറിഞ്ഞ് പോയി, ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ പോയി 4-5 കിലോമീറ്റർ ദൂരെ നിന്ന് അപ്പച്ചനെയും വിളിച്ചുകൊണ്ട് വരും. വന്നു കഴിഞ്ഞാലും അവൻ 2 ദിവസമൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പൈസകൾ പലയിടക്കൊക്കെ പോയി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കച്ചവടം തകർന്നു. പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനാണെങ്കിൽ അന്ന് 7-8 പഠിക്കുന്ന സാഹചര്യമാണ്.
ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പട്ടിണിയും പ്രയാസമായി. പിന്നെ വീട്ടിൽ സ്വന്തം ജോലി ചെയ്യുന്ന എൻ്റെ അപ്പനും അമ്മയും പുറത്തുള്ള വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 8ലായി 9ലായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവം ഒരു പ്രത്യേക ഒരു കൃപ തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തോടൊരു പ്രത്യേക താല്പര്യം. എനിക്ക് 4 സഹോദരിമാരാണ്. അതിലെ ഈ സഹോദരന്മാർ ബാക്കിയുള്ളവർ, അത് ഒരാൾ മാത്രം മരിച്ചുപോയി. അങ്ങനെ 10 പേരുണ്ടായിരുന്നത്. ഈ മൂത്ത സഹോദരി ഈ അപ്പൻ്റെ ഈ പ്രയാസമൊക്കെ എപ്പോഴൊക്കെ ആയാലും കുടുംബത്തിൽ പ്രശ്നമൊക്കെ അതിൻ്റെ പേരിൽ മൂത്ത സഹോദരിക്ക് ഒരു സ്വസ്ഥത ഇല്ലാതെ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ മടത്തി പോകുന്നു എന്ന് പറഞ്ഞ് കോൺവെന്റിൽ പോയി ചേർന്ന് കന്യാസ്ത്രീയായി. എന്റെ ചേച്ചി അങ്ങനെ അനവധി വർഷങ്ങൾ കോൺവെന്റിലെ ജീവിതമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങളും ഇങ്ങനെ കഷ്ടിച്ചൊക്കെ പോവുകയാണ്. ഞങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനും പറ്റില്ല, ഈ പ്രയാസങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എനിക്ക് താഴെ 3 സഹോദരിമാരാണ്. ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അപ്പനിൽ നിന്ന് കാണുന്നില്ല. കാരണം മദ്യപിച്ച് ഞാൻ പലപ്പോഴും മറ്റു കൂട്ടുകാരുമായിട്ട് വരുമ്പോൾ ഞാൻ അവരൊക്കെ വഴക്കുറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം ഒരു കാഴ്ചപ്പാട് തന്നതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ അപ്പച്ചനെ വഴക്ക് പറയുകയും മറ്റുള്ളവരെ ഓടിക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മുടെ കുടുംബം തകർന്നു ഇരിക്കുന്നു. എന്നാൽ എൻ്റെ മുകളിൽ 3 ചേട്ടന്മാരുണ്ട്, ഒരു അനിയനുണ്ട്. അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ല, അവർ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. അവര് പിന്നത്തെ അവർ കുടുംബമായി കഴിഞ്ഞപ്പോൾ അവര് കുടുംബം നോക്കാനും അധ്വാനിക്കാനൊക്കെ തുടങ്ങി. അതുവരെയും കുടുംബത്തോടുള്ള കടപ്പാട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പിന്നെ എന്നിലേക്ക് അത് വന്നുകൊണ്ടിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കച്ചവടം നഷ്ടപ്പെട്ടു പോയ കച്ചവടം എങ്ങനെയെങ്കിലും ഒന്നേന്ന് തുടങ്ങണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടുന്ന പൈസകളും, അതായത് നമ്മൾ പറയുമല്ലോ കശും നണ്ടി പറകിമാവ് അണ്ടിയൊക്കെ എന്നൊക്കെ പറയുമല്ലോ, അതും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് കിട്ടുന്ന പൈസ മുഴുവനും കാശ് കൊടുക്കൽ ഇട്ട് വെച്ച് ഏകദേശം 140 രൂപയോളം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അന്ന് 1 കിലോ അരിക്ക് 2.10. അപ്പൊ 70 കിലോ അരി മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് ഇന്നത്തെ കാലം അനുസരിച്ചാണെങ്കിൽ. അപ്പൊ ഞാൻ ആ പൈസ കൊണ്ട് കച്ചവടം തുടങ്ങാന്ന് ചോദിച്ചു പതുക്കെ ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപയാണ്. ആ കച്ചവടം തുടങ്ങി നാളെ തുടങ്ങി കയറിന് വില അങ്ങ് കൂടി തുടങ്ങി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വളർന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 6 പേർക്ക് സ്ഥിരം ജോലി കൊടുക്കാൻ സാധിച്ചു. കുറച്ച് ആൾക്കാർക്ക് അല്ലാതെയും ജോലികളൊക്കെ പോയി. 6 പേർക്ക് സ്ഥിരമായ ജോലി, ഞായറാഴ്ച മാത്രം ജോലിയില്ല, ബാക്കി എല്ലാ ദിവസവും ജോലിയുണ്ട്. അത്രയും വളരെ കൃത്യനിഷ്ഠയോട് കൂടി ഒരു ദിവസം പോലും മഴയാണെങ്കിൽ പോലും മുടങ്ങാത്ത വിധത്തിൽ ഈ സാധനങ്ങൾ ചകിരിയൊക്കെ സ്റ്റോക്ക് ചെയ്യുവാനുള്ള ആ ഒരു ബുദ്ധിയും കഴിവൊക്കെ ദൈവത്തിലേക്ക് തന്ന് ആ ബിസിനസ്സുകാർ ഈ കയറൊക്കെ കൊടുക്കുന്ന ആൾക്കാർ എന്നെ സഹായിച്ചു. അവര് പൈസകൾ ധാരാളം തന്ന് അങ്ങനെ കച്ചവടം നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചനെ ഇങ്ങനെയുണ്ട്, പള്ളിയിൽ പോകണമെന്ന് എന്നോട് എപ്പോഴും പറയുകയും ചെയ്യും. ഞങ്ങളുടെ അടുത്തുള്ള ഏകദേശമുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ളവരൊക്കെയാണ് പള്ളിയിൽ പോകുന്നത്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പള്ളിയുടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ കോമ്പൗണ്ട് കഴിഞ്ഞ അടുത്ത മതിൽക്കെട്ട് പള്ളിയാണ്. അപ്പൊ പള്ളിയിൽ ബെല്ലടിക്കുന്നതൊക്കെ കേട്ട് ഏറ്റവും അവസാനത്തെ ബെല്ലടിക്കുമ്പോൾ പോയാൽ മതി. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഈ കച്ചവടമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. പള്ളിയിൽ പോകാം, കാരണം നമുക്ക് യേശുവിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ അപ്പോഴേ 9ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, ചെറിയ രീതി ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി ഒരു 45 മിനിറ്റത്തെ കുർബാനയുള്ളൂ. അപ്പൊ അവിടെ പോയി, അവിടെ കുറെ ആൾക്കാരൊക്കെ വരും, ഞാനും പോയി. ഞാൻ അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ വലിയൊരു രൂപം, ഒരു ആള് രൂപം ആ പള്ളിയുടെ സെൻട്രൽ ഭാഗമായിട്ട് ക്രൂശിൽ കിടക്കുന്നു. ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നു, രക്തമൊലിക്കുന്നു. കയ്യിൽ നിന്നും തലയിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ രക്തമൊലിക്കുന്ന ഒരു യേശുവിനെ കണ്ട് വളരെ ദുഃഖിതനായി കിടക്കുന്ന യേശുവിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്ന എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ കാര്യങ്ങൾ. പക്ഷേ ഈ യേശുവിന്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് തോന്നി ഇത് ചെയ്യുന്നത് പാവമാണ്. ഇത്രയും വയ്യാതെ വിഷമിച്ചേക്കുന്ന ഒരു യേശുവിന്റെ അടുത്ത് ഇനി നമ്മുടെ ഭാരം കൂടി കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ചിന്തയാണ് എൻ്റെ ആ മനസ്സിൽ അന്ന് വന്നത്. അതുകൊണ്ട് ഞാൻ യേശുവിന്റെ അടുത്ത് ഒരു വാക്കുപോലും പ്രാർത്ഥിക്കുന്നു. എന്നാൽ താഴെ നോക്കിയപ്പോൾ അവിടെ സെയിന്റ് ആന്റണി, അന്തോണീസ് പുണ്യാളൻ, ഔസേപ്പ് പുണ്യാളൻ, അതേപോലെ സെന്റ് സെബാസ്റ്റ്യൻ, യേശുവിന്റെ അമ്മ മാതാവും, ഇങ്ങനെയുള്ള ഒരുപാട് പുണ്യാളന്മാരുടെ നിര അവിടെ ഉണ്ട്. ഈ നിരയിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ പൂച്ചട്ടുകളും അതേപോലെ തിരികൾ കത്തിക്കുന്നതും നിറച്ചിരുന്നതൊക്കെ സെയിന്റ് ആന്റണിക്കാണ്. അപ്പൊ എന്റെ ബുദ്ധി ചിന്തിച്ച് സെയിന്റ് ആന്റണി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് അന്തോണീസും ഞാനുള്ള പ്രാർത്ഥന എനിക്ക് കൂടി, സ്നേഹം കൂടി.
ഞാൻ എൻ്റെ പ്രാർത്ഥന മുഴുവൻ അന്തോണീസിൻ്റെ അടുത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എൻ്റെ ഈ കച്ചവടമൊക്കെ നന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും എനിക്കത് കിട്ടിയിട്ടില്ല. എൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പൊ എൻ്റെ യേശു എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുവിനോടല്ല. കാരണം നമ്മളെക്കായും പാവപ്പെട്ട ഒരു വ്യക്തിയോട്, ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് 10 രൂപ എനിക്ക് വേണമെന്ന് ചോദിക്കുന്നത് തെറ്റല്ലേ? അപ്പൊ ഞാൻ യേശുവിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് ഞാൻ യേശുവിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനയും പറയുകയില്ല. എനിക്കറിയില്ല, കാരണം എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് സെയിന്റ് ആന്റണിയാണ് എല്ലാത്തിന്റെ ആള്. അത് മാത്രമല്ല, അത്ഭുത പ്രവർത്തനത്തിന്റെ ആളുമാണ്. ചെട്ടിക്കാട് എന്ന് പറഞ്ഞ പറവൂരി ആ ഭാഗത്തായിട്ട്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഭാഗത്തായിട്ട് ചെട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ സെയിന്റ് ആന്റണി ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ അവിടെ ചെല്ലാണ്ട് ഞാനും 10-14 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി എല്ലാ ചൊവ്വാഴ്ച അവിടെയും പോകും. കാരണം ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥന മറുപടി ഉണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ചോദിക്കുന്ന കാര്യങ്ങൾ ഭൗതിക നന്മകളെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും മനസ്സിന് ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഒരു 5 മിനിറ്റ് മുട്ടൂത്തി നിന്ന് ഞാൻ അപ്പോൾ തളർന്ന് വീഴും. അവിടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും. കാരണം എനിക്ക് സ്വസ്ഥതയില്ല. പക്ഷെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എൻ്റെ ചിന്ത മുഴുവനും എല്ലാം അന്തോണീസിന്റെ ആളിനാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഞാൻ അങ്ങനെ അന്തോണീസിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ചൊവ്വാഴ്ച പോലും ഞാൻ മുടക്കയില്ല. എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും ആ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ സെയിന്റ് ആന്റണി ചൊവ്വാഴ്ച നൊവേനയ്ക്ക് ഞാൻ പോകൽ പതിവാണ്. 14 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി പോയി. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാനെല്ലാം എന്നെ പിടിച്ചു നിർത്തിയാലും ഞാൻ ആ നൊവേന മുടക്കിയില്ല. അത് ഒരു സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മയുമായിട്ട് എറണാകുളത്തേക്ക് അമ്മക്ക് കണ്ണിന്റെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് അമ്മയും ഞാനിവിടെ പോയി. അങ്ങോട്ട് പോയപ്പോഴേക്കും ഞങ്ങള് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോയി. അവിടെ മുഴുവനും കാണുന്നത് ഈ ചുവന്ന ബസ്സാണ് കാണുന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പുറകെ കൂടി കയറി, അമ്മ ഫ്രണ്ട് കൂടി കയറാൻ വേണ്ടി കയറി. പക്ഷെ അമ്മ വിചാരിച്ചത് ഞാൻ ആ ബസ്സിൽ കയറി എന്നാണ്. പക്ഷെ അമ്മ ബസ്സിൽ കയറിയിട്ട് പോയത് നേരെ എതിര് ദിശയിലേക്കാണ് പോയത്. എനിക്കാണെങ്കിൽ നൊവേനക്കും പോകണം. അമ്മ തോപ്പുംപടിക്കും പോയി, ഞാൻ ആലുവയ്ക്കും പോയി. പക്ഷെ എനിക്കെന്താ കാര്യം, എനിക്ക് നൊവേന എടുക്കാൻ പാടില്ല. അമ്മ അന്വേഷിച്ച് അന്ന് പോയി കഴിഞ്ഞാലും ആ സമയത്ത് കണ്ടു കിട്ടുകയില്ല. ഞാൻ അന്തോണീശ്വരനോട് പറഞ്ഞു, അമ്മയെ സുരക്ഷമായിട്ട് കൊണ്ടുവരണം അന്തോണീശ്വരനാ, എന്റെ നൊവേന മുടക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. ഞാൻ കൃത്യമായിട്ട് പോയി നൊവേനയും കണ്ട് നൊവേനയൊക്കെ കൂടി തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഞാൻ അപ്പം ചോദിച്ചു, അമ്മ എവിടെയാടാന്ന് ചോദിച്ചു. മറുപടിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ വരുന്നത് തറവാടിന്റെ ഭാഗത്തൂടെ വരുന്നത്, തറവാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇല്ല ശരിക്കും പറഞ്ഞു, ആൾ വന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അമ്മനെ കാണാതെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫെറി, ഒരു കടത്തുവള്ളത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ കണ്ട് അമ്മ വള്ളത്തിൽ കയറി ഇരിക്കുകയാണ്. എല്ലാവരും നിൽക്കുന്ന സമയത്ത് അമ്മ ഇരിക്കുകയാണ്. കാരണം എന്നെ കാണാത്ത പ്രയാസവും എല്ലാം കൂടി ഇനി അപ്പൻ്റെ അടുത്ത് വന്ന് എന്ത് പറയും, അമ്മയുടെ വിഷമം അങ്ങനെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ ആ വള്ളത്തിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പീറ്റർ അവിടെ ഉണ്ട്, അക്കരെ നിൽക്കുന്നു പറഞ്ഞപ്പോൾ അമ്മക്ക് ജീവൻ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ അത്രമാത്രം സെയിന്റ് ആന്റണിയിൽ ഞാൻ വളരെയധികം മുഴുകി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരു നൊവേനയും മുടക്കയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിസിനസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെ കുറച്ച് ചില വർഷങ്ങളായപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു ധ്യാനം കൂടാൻ നമുക്ക് പോകാം, നല്ല കാര്യമാണ്. ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു വിശ്വാസം കിട്ടും, നിന്റെ ബിസിനസ്സിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് ഞാനും ആ സഹോദരനും കൂടെ 5 ദിവസത്തെ ധ്യാനം കൂടാൻ, കസ്മാറ്റിക് ധ്യാനമുണ്ട്, അത് കൂടാൻ പോയി. ആലുവ മഞ്ഞുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആദ്യമായിട്ട് ധ്യാനം ആരംഭിച്ചത്. അതിനുശേഷമാണ് ഈ ചാലക്കുടി കോട്ടയിലൊക്കെ വന്നത്. അപ്പൊ അവിടെ പോയി, അവിടെ ഒരു 140 പേരുള്ള ഒരു കൂട്ടത്തിൽ ഞാനും പോയി. ഞങ്ങൾ രണ്ടുപേരും പോയി ധ്യാനമൊക്കെ പോയി. ആദ്യത്തെ ദിവസം തന്നെ അപ്പൊ യേശുവിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ അവിടെ വന്ന് പ്രസംഗിക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിലും പ്രസംഗിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യരാണ്, സഹോദരന്മാരാണ്. അവർ യേശുവിന്റെ വചനം പുതിയ നിയമമൊക്കെ എടുത്തിട്ടുണ്ട്. 10, 12, 24, 36, 46 പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവർ കാണാതെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ വചനം പറയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അതുവരെയും ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബൈബിൾ വാങ്ങിക്കണം. അന്ന് 1980 ഒരു ബൈബിൾ വാങ്ങിച്ചു, പുതിയ നിയമം മാത്രം. അന്ന് അവിടെ പറഞ്ഞ വചനങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. പിന്നെ കൃത്യമായിട്ട് പറയുന്ന ആരോടും വഴക്ക് പാടില്ല, വൈരാഗ്യം പാടില്ല, എല്ലാവരോടും രമ്യപ്പെടണം. അതുകൂടാതെ നമ്മൾ എന്ത് പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാലും വാശിയും വൈരാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു ഗുണവും കിട്ടുകയില്ല, ദോഷമാണ്. മാത്രമല്ല നമ്മുടെ നടുവേദന മാറാത്തത്, തലവേദന മാറാത്തതിനൊക്കെ കാരണം ഈ മറ്റുള്ളവരുടെ വഴക്കും വൈരാഗ്യമാണ്.
അതുകൊണ്ട് ആരോടും കയ്പായിട്ട്, അതായത് കയ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഭാഷയിലാണ്, പക്ഷെ വൈരാഗ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ക്ലാസ്സുകൾ എടുക്കാൻ പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ എന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോ എനിക്ക് പലരോടും വൈരാഗ്യമുണ്ട്. കാരണം എന്റെ അപ്പനെ മദ്യപാനാക്കിയത് ആ ദേശത്തുള്ള പഞ്ചായത്ത് മെമ്പറും അതേപോലെ കഴിവുള്ള ആൾക്കാരാണ് എന്റെ അപ്പനെ മദ്യപാനാക്കിയത്. അപ്പനെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവനും അവര് പല രീതിയിലും കൊണ്ടുപോയി ചെലവാക്കി. എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യവരം. അവരോട് കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് അവരോട് വൈരാഗ്യമായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ദിവസം ഈ പഞ്ചായത്ത് മെമ്പർ എൻ്റെ അടുത്ത് അപ്പൊ പറഞ്ഞു, എടാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 250 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്റെ അപ്പൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരനത് കരികയറി. ഞാൻ നിന്നെ കഷായം കുടിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ അങ്ങനെ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര വൈരാഗ്യമാണ്. പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോ ഇതെല്ലാം, അപ്പൊ ആ അച്ഛൻ പറഞ്ഞത് ഇപ്പൊ കാണുന്നവരോട് ഇപ്പൊ ക്ഷമിക്കുക, വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ അവരോട് ക്ഷമിക്കുക, ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്, അത് നമുക്ക് ദോഷമാണ്, നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കെ ഇല്ല. യേശു നമുക്കിട്ട് മരിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. ആ യേശുവിന്റെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം. ഞാൻ തീരുമാനമെടുത്ത്, ഞാൻ പറഞ്ഞ് മനസ്സിൽ തീരുമാനമെടുത്ത് അവിടെ ആരോടെങ്കിലും വരും, അവരോട് ക്ഷമിച്ച് നാട്ടിൽ ചെന്നതിന് ശേഷം അവരെ കാണുന്ന ആ സമയത്ത് പോയി അവരോട് ഞാൻ മാപ്പ് പറയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. എന്റെ ഉള്ളത്തിൽ വളരെ സന്തോഷം വരാൻ തുടങ്ങി. അന്ന് വളരെ സന്തോഷം വരാൻ തുടങ്ങിയപ്പോ ഈ കച്ചവടം ചെയ്തെങ്കിലും എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇത്ര കച്ചവടം ചെയ്തപ്പോൾ ഞാൻ ഒരു മറ്റുള്ളവരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും എനിക്ക് സ്വസ്ഥത ഇല്ലായിരുന്നു. പക്ഷെ യേശുവിന്റെ വചനം കേട്ട് എന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റുവന്നപ്പോ എന്റെ ഉള്ളത്തിലേക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. 1-2 ദിവസം കഴിഞ്ഞ് പോയി. 3-ാം ദിവസം അച്ഛൻ പറഞ്ഞേ, 3-ാം ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ ഒരുക്കത്തോടെ വരണം. ആരോടും ഒരു വൈരാഗ്യം പാടില്ല. എല്ലാവരും ഹൃദയത്തോടെ ക്ഷമിക്കണം. നമുക്ക് ഇപ്പൊ കാണാൻ പറ്റാത്ത ആൾക്കാരോട് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ തീരുമാനിച്ചു. ഈ 3-ാം ദിവസം ഈ 150 പേരുണ്ടായിരുന്നു. ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അച്ഛന്റെ കൂടെയുള്ള ചില സഹോദരന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ. ഓരോ അറ്റത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ കാണുന്നു അവരെല്ലാം വല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നു. ചിലർ തുള്ളി ചാടുന്നു, ഭയങ്കര ബഹളം. എനിക്കുള്ളതുകൊണ്ട് പേടിയായി. ഇത് മാനസികമായ അസ്വസ്ഥതയാണ്, എന്താണെന്ന് അറിയില്ല. എങ്കിലും എൻ്റെ അടുത്തേക്കും വന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഭാഷാപരത്തോടെ സംസാരിക്കണം, അതൊക്കെ ദൈവം തരുന്ന ദാനമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ POCOയിൽ ഭാഷാപരം എന്നാണ് നമ്മുടെ സത്യവലോസത്തില് അന്യഭാഷയാണ്. ദൈവത്തിന് മഹത്വം അങ്ങനെ ഭാഷാപരത്തോടൊക്കെ സംസാരിക്കും. ഞാൻ പ്രാർത്ഥിച്ച് എന്തിനു പറഞ്ഞു, എന്റെ ജീവിതത്തിലേക്ക് ആ ഒരു നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഏറ്റവും വലിയൊരു സന്തോഷം അന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ള ജീവിതം ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. കച്ചവടം തട്ടിപ്പാണ്, കപടമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നല്ല സീസൺ വരാൻ നേരത്ത് കയറ് പോലും നല്ലപോലെ ഉണക്കി കൊടുക്കുകയില്ല. അത് ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളും. പക്ഷെ അതൊക്കെ തെറ്റാണ്. ഇന്ന് എനിക്ക് ഈ വചനം കേട്ടപ്പോൾ മനസ്സിലായി. ഞാൻ തീരുമാനമെടുത്ത് ഇനി എന്തായാലും ഈ കച്ചവടം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് സുവിശേഷം അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം. അപ്പോ സുവിശേഷം അറിയിക്കണമെങ്കിൽ അച്ഛന്മാർക്കല്ലാതെ മറ്റാർക്കും അത് അനുവാദം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ഞങ്ങളാവുന്ന ഈ കോട്ടുവള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അവിടെ ഈ കത്തോലിക്ക പള്ളി അല്ലാതെ ഒരു പെന്തക്കോസ് ആകട്ടെ, ഒരു CSF പള്ളി ആകട്ടെ, ഒരു പള്ളിയും ഇല്ല. അവിടെയെല്ലാം ഞാൻ കാണുന്നു അച്ഛന്മാരാണ് സുവിശേഷം അറിയിക്കുന്നത്. അച്ഛന്മാർക്കല്ലാതെ ആരും പറഞ്ഞാൽ കേട്ടിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ 10-30 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പെന്തക്കോസ് കൂട്ടായ്മയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് എങ്ങനെ സുവിശേഷം അറിയിക്കണം, അതെന്താ മാർഗം, ഒരു അച്ഛനാകാതെ നിവർത്തിയില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ എവിടെ പോകും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന്. അപ്പോ ഇങ്ങനെ പോകുന്നു വളരെ സന്തോഷത്തോടെ വന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്നവരോടൊക്കെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു ലജ്ജ പോലും ഇല്ല. അപ്പൊ ആ കോൺവെന്റിൽ ചില കന്യാസിമാരും അവരോട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് എന്നെ അറിയാം. അവര് പറഞ്ഞ് പീറ്ററിന് എന്ത് പറ്റിപ്പോയി, ഈ പീറ്ററിന് മാനസികമായ തകരാറ് ഒന്നല്ല, നല്ലൊരു പയ്യനായിരുന്നല്ലോ, എന്ത് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ വചനമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇത് പറയുന്ന സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഇന്ന ആളുകൾ അപ്പനോടും പറയും, അമ്മയോടും പറയും, സഹോദരങ്ങളോടും എല്ലാവരോടും ഈ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ അവര് തീർച്ചയായിട്ടും എനിക്ക് മാനസികമായ തകരാറെന്ന് എല്ലാവരും കണക്കാക്കി. എങ്കിലും എനിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ട്, എനിക്ക് മാനസികമായ ഒരു പ്രയാസമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ കർത്താവ് തന്നാൽ എനിക്ക് ആ സന്തോഷമാണ്, സമാധാനമാണ് എന്ന് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു അമ്മ ഈ അച്ഛൻ്റെ ഈ വഴിയിലേക്ക് പലരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചു. പൈസയൊക്കെ കൊടുത്ത് ചില ആൾക്കാരെ അവിടെ കൊണ്ട് ആക്കി അവരുടെ ധ്യാനമൊക്കെ കൂടി, എൻ്റെ അപ്പനെയും കൊണ്ടുപോയി അവരുടെ ധ്യാനമൊക്കെ കൂടി
എങ്കിലും നാം വിചാരിച്ച മാതിരിയുള്ള ഒരു നന്മകൾ അവരിൽ നിന്ന് ഉണ്ടായില്ലെങ്കിലും വിശ്വാസമൊക്കെ ഉണ്ടായി. അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോൾ എനിക്ക് അച്ഛനാകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചു ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇനി അച്ഛനായില്ലെങ്കിൽ അച്ഛനൊരു കുസീനക്കാരെന്ന് പറയും, സെർവന്റ് ആയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും വേണ്ട എന്നുള്ള എൻ്റെ മനസ്സിൽ എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ഒരു ആകുലതയില്ല, ചിന്തയില്ല. അപ്പോൾ കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം, അച്ഛനാകണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞ്, ആ സമയങ്ങളിൽ പറഞ്ഞ്, നീ കടയിൽ പോയിക്കൊണ്ട് കുറച്ച് മുളക് മേടിച്ചിട്ടാൽ മതി. ഞാനപ്പോൾ കടയിൽ പോയി 250 മുളകും വാങ്ങിച്ച്, വറ്റൽമുളകും വാങ്ങിച്ച് വരുന്ന സമയത്ത് ആ പേപ്പറിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് ദൈവവിളി ഉള്ളവർക്ക് സ്വാഗതം എന്നും പറഞ്ഞു. ഒരു മാഗസിന്റെ പേപ്പറായിരുന്നു. ദൈവവിളി ഉള്ളവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് മുളകൊക്കെ താഴെ ഇട്ടതിന് ശേഷം അത് വായിച്ചു. അപ്പൊ സ്ഥലമൊക്കെ മനസ്സിലായി. എറണാകുളം പൊന്നൂരിന്റെ ആശ്രമമാണ്. അവിടെ ദൈവവിളി ഉള്ളവർക്ക് സ്വാഗതമാണ്. അച്ഛനാകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ, സന്യാസി ജീവിക്കാനൊക്കെ വേണ്ടിയുള്ള സ്വാഗതമാണ്. അപ്പൊ ഞാൻ ആ പേപ്പർ വളരെ സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം തന്നെ സൈക്കിളുമായിട്ട് എറണാകുളത്തിൽ ചെന്ന്, ആ എറണാകുളം പൊന്നൂരിന്റെ ആശ്രമത്തിൽ ചെന്ന് അച്ഛനെ കണ്ടു. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 20-22 വയസ്സ് പ്രായമായി. കാരണം ആ സമയത്ത് ആരും എടുക്കൂല. 10ാം ക്ലാസ് കഴിഞ്ഞ് എടുക്കുന്ന 15-16 വയസ്സിലൊക്കെ എടുക്കുന്നത്. ഞാൻ ഇത്രയും വയസ്സ് ആയി. അപ്പൊ അവര് പറഞ്ഞ് ഏജ് കൂടിപ്പോയി, ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ എടുക്കാനാണ്, ഇതൊക്കെ നേരത്തെ 3-4 വർഷത്തിന് മുമ്പ് വരണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ ഇപ്പോഴാണ് ഈ വചനമൊക്കെ കേട്ടത്, എനിക്ക് അതുകൊണ്ട് അച്ഛ ഈ പള്ളി ദൈവജനം പറയണേ, എങ്ങനെയെങ്കിലും വചനം പറയാനുള്ള സാഹചര്യം കിട്ടിയാൽ മതി. അത് തുറന്ന് പഠിക്കാനൊക്കെ ഇല്ല, മറ്റുള്ള കുട്ടികളോട് ഇത് പഠിക്കാൻ ഇല്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചോളാം. ഇതൊക്കെ എന്നെ വാർത്ത കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു സന്തോഷമായി. അപ്പൊ അവർ പറയുകയും ചെയ്ത്, ഞാൻ ഹസ്ബൻഡ് ഞാനും കൂടി എന്ന് പറഞ്ഞപ്പോൾ അവർ കുറ്റം പറഞ്ഞു, ഇതൊക്കെ 6 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവർ എന്നെ സ്വീകരിച്ചു. എന്നെ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ 2 ആഴ്ചത്തെ അവധിയും തന്നു. ഞാൻ വീട്ടിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. ശേഷം 6 പേര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യമാണ് എപ്പോഴും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഒരു കള്ളം പറയേണ്ടി വന്നു. എനിക്ക് ഇപ്പൊ നമ്മുടെ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റില്ല ഏത് സമയത്താണ്. അപ്പോൾ അതിലൊക്കെ പല ഇടങ്ങളിലൊക്കെ ബിസിനസ് പൊട്ടി ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ബിസിനസ് എപ്പോഴും നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പോലും, ഒരു ജോലിയും കൂടെ കിട്ടിയാൽ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയി പഠിച്ച് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 2 കൂടെ ഒന്നിച്ചു പോകുന്നത് നല്ലതാണ്, നിങ്ങൾ ബിസിനസ് നോക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. അപ്പൊ ജ്യേഷ്ഠനാണ് എൻ്റെ കൂടെ സഹകരിക്കുന്നതും എല്ലാം. അപ്പോൾ മൂത്ത ജ്യേഷ്ഠനെ ഏൽപ്പിച്ച പറഞ്ഞു, മൂത്ത ചേട്ടനെ എന്നെ പോലെ സൈക്കിൾ ഓട്ടാനൊന്നും അറിയാനൊന്നും പാടില്ല, പക്ഷെ എങ്കിലും ചേട്ടൻ അത് ഏറ്റെടുത്ത്. ഞാൻ ഈ കള്ളം പറഞ്ഞാണ് പോയതെങ്കിലും അസമ്മതി ചെന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്ന് വീട്ടിലൊന്ന് അന്വേഷിക്കാൻ തുടങ്ങി എൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെയൊക്കെയാണ്. അപ്പൊ അപ്പം പറഞ്ഞ് അവൻ പോയിക്കുന്നത് ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, വേറെ സെമിനാറിലൊന്നും പോയതല്ല. അപ്പൊ പറഞ്ഞു നിങ്ങളുടെ മോന തിരിച്ചയക്കണമെങ്കിൽ അയക്കാം. അപ്പൊ പറഞ്ഞു ഈ പോയതല്ലേ, ഞങ്ങളായിട്ട് ഇനി തിരിച്ചു വിളിക്കുന്നില്ല, അവന്റെ ഇഷ്ടമായി നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആശ്രമത്തിൽ അങ്ങ് പോയി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ 9 പിള്ളേരാണ്. ഞാൻ ഉൾപ്പെടെ 9 പിള്ളേരാണ്. അവരൊക്കെ കൊച്ചു പിള്ളേരാണ്. ഞാനൊരു 4-5 വയസ്സ് മൂത്ത ആളുമാണ്. അപ്പൊ ഈ പിള്ളേര് കൂടെയാണ് താമസിക്കുന്നത്. ആ ഒരു ബാച്ചിൽ അത്രയും പിള്ളേരുള്ളൂ. അപ്പൊ ഇവര് സംസാരിക്കുന്നതെല്ലാം സിനിമ കഥകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എനിക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അവരായിട്ട് ഒരിക്കലും ചേരുന്നില്ല. അവര് കാലക്രമേണ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് വിരോധമായി പല കുറ്റങ്ങളൊക്കെ പറയാനൊക്കെ തുടങ്ങി. അവര് വാക്കിങ്ങിന് പോകുമ്പോൾ, നടക്കാൻ പോകുമ്പോൾ എന്നെ കൂട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ആകെ നിരാശയും പ്രയാസമായി മുമ്പോട്ടും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ എന്നെ അവര് ഒറ്റപ്പെടുത്തി. എനിക്കപ്പോ എന്നെ ഈ അവിടെ ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. അവരെല്ലാം ഒറ്റപ്പെടുത്തി. അവരെ 8 പേര് ഒന്നിച്ചു പോകണം, ഞാൻ ഒറ്റക്ക്. എന്നെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ സാവകാശം അവരോട് കൂടെ ചേരേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 വർഷം കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് 4ാമത്തെ വർഷമാണ് ഇതിന്റെ ഹാബിറ്റ് അല്ലെങ്കിൽ ലോക കിട്ടുന്നത്. ഞങ്ങൾ ഈ കപ്പൂച്ചൻ ഫ്രാൻസിസ്കൻ സഭയാണ്. കാപ്പിപ്പൊടി കളറുള്ള ഉടുപ്പുമാണ്, അതിന്റെ ചരടുമാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷമായി. അപ്പൊ ഏതായാലും ഇവിടെ നമുക്ക് അധികാരമായില്ല, സുവിശേഷം അറിയിക്കാനായിട്ട് ഒരു അധികാരം, വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി പഠനങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ പിന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ വന്നത് ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ആയിരിക്കുന്നത് ഇപ്പൊ വന്ന് പെട്ടേക്കുന്നത് തിരുവനന്തപുരത്ത് മേരിഗിരി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലാണ്. പല ആശ്രമത്തിലും വന്ന് അവസാനമായിട്ട് അവിടെ നിന്ന് വന്നു. അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അവിടെ ബിസിനസ് എന്ന് വെച്ചാൽ പശു വളർത്തല് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അക്കത്തിന് ബിസിനസ് പരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അവര് എനിക്ക് കച്ചവടമൊക്കെ ചെയ്ത് ശീലമുള്ള ലെവലിൽ എന്റെ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് എന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഹൗസ് ഹോൾഡിംഗ് വർക്കിന്റെ ആളാക്കി മാറ്റി. ഞാൻ പിന്നെ അവിടുത്തെ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളായി.
അപ്പോൾ അവിടെയുള്ള ജോലിക്കാർക്ക് പൈസ കൊടുക്കണം, ഡ്രൈവർമാർക്ക് പൈസ കൊടുക്കണം, വാഹനം കേടായി കഴിഞ്ഞാൽ അവരെ കൂടെ പോകണം, പെട്രോൾ അടിക്കാൻ പോകണം. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഒരു സമയവും ഇല്ല. ഞാൻ ലോകപ്രകാരം പ്രാർത്ഥിച്ചത്. ഒരു ബിസിനസ് വിട്ടിട്ട് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ എനിക്ക് ആകെ ഒരു ക്ഷീണമായി, പ്രയാസമായി, ഇതെന്തൊരു ജീവിതമായി പോയി എന്നൊക്കെ വിചാരിച്ചു മുമ്പോട്ട് പോയി. എന്നാൽ കർത്താവ് എന്നെ കണ്ടതിന്റെ പേരിൽ, യേശു എന്നെ കണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതിന്റെ പേരിൽ ആ കർത്താവ് എനിക്കൊരു ശിക്ഷ തന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു രോഗം എനിക്ക് വന്നു എന്റെ 2 കാലിനും. അപ്പോൾ ഞാൻ അവിടുത്തെ ഉത്തരവാദിത്വം 8 വർഷം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. കിച്ചന്റെ കാര്യങ്ങൾ, അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും, മീൻ മേടിക്കാൻ പോകണം, പച്ചക്കറി മേടിക്കാൻ പോകണം, എല്ലാം. എന്ന് വെച്ചാൽ അവിടെ അപ്പോൾ തന്നെ ഒരു 10, 20, 12, 12 പേരെങ്കിലും ഉണ്ട്. അച്ഛന്മാരെ കൂടെ, ഈ പിള്ളേരെ കൂടാതെ ബാക്കിയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. 10, 20 പേരോടുണ്ട്. അവർക്കുള്ള ആഹാരത്തിനുള്ള സാധനം എല്ലാം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു രോഗം വന്നു. 2 കാലിൽ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്നു പാദത്തിന്. അതങ്ങോട്ട് വലുതായി, അത് പൊട്ടി വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ ആശ്രമത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അടുത്ത് തന്നെ. അപ്പൊ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം വീട്ടിലേക്ക്, ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് രക്തവാതമാണ്, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് ഓർമ്മയില്ല വന്നതായിട്ട്. ഇത് മാറിപ്പോണ കാര്യം ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ കൂടി വരികയും ചെയ്യും, പൊട്ടി വലിക്കുകയും ചെയ്യും, പിന്നെ ആശ്വാസം കിട്ടും, പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ദൃഷ്ടി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന്, ഇങ്ങനെ ഈ കാലി രക്തവാതം വന്നേക്കുന്ന ആൾക്കാർ ഈ ചേന നമ്മള് കത്തിയും കൊണ്ട് മുറിച്ച് അതിന്റെ തോട് കളയാൻ നേരത്തെ ഒരു ചുവന്ന കളറും അതിന്റെ വെള്ളമൊക്കെ ഒലിച്ചു വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല. അവർക്ക് ഈ മുണ്ട് തന്നെ അത് കൊടുത്തുകൊണ്ട് അഴിച്ചിടാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെ ഒരു വികൃത രൂപമാണ്. എന്റെ മനസ്സിൽ ദൈവമേ, എനിക്ക് ഈ അസുഖമാണല്ല, എന്റെ ചെറുപ്പകാലത്തിൽ എനിക്കിത് വന്നല്ല എന്ന് വിചാരിച്ചു. മനസ്സിൽ ഭയങ്കര ഭാരമായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന ഈ ഡോക്ടർ വന്നിട്ട് 6 മാസത്തേക്ക് കഷായം കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഡോക്ടർ കഷായത്തിൽ എഴുതി തരും. 2 ആഴ്ച കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരി ആശ്വാസം വന്നു. പിന്നെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും കൂടി. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്റെ രോഗം വിട്ടുമാറാത്ത അവസ്ഥയായി. എനിക്ക് ദുഃഖവും പ്രയാസവും വന്നു. അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ നോക്കിയപ്പോൾ ആകെ എന്നെ അവർക്ക് വെറുപ്പായി തോന്നിയ മാതിരി ആയി. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ചെയ്യുന്നത് ഞാനിപ്പോ കിടപ്പായി. അപ്പൊ അവര് പറഞ്ഞു, അടുത്ത സുപ്പീരിയർ അച്ഛൻ എൻ്റെ അടുത്ത് പറയണം, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതൊന്ന് മാറ്റിക്കൊണ്ടുപോകാം, പൈസ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇങ്ങനെ പോയാൽ എന്താ കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ചിന്ത വന്നു, എൻ്റെ മാതാപിതാക്കളായിരുന്നെങ്കിൽ അങ്ങനെ പറയുമോ, എനിക്കിങ്ങനെ വയ്യാതെ വന്നു, എന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല, ഞാനിപ്പോൾ ഒരു അധികപ്പറ്റായിട്ട് തീർന്നു എന്നുള്ളൊരു മനസ്സിൽ എൻ്റെ ചിന്ത വന്നു. ഭാരം വന്നു. എനിക്ക് ആകെ ഒരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം ഞാൻ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പൊ എനിക്ക് ഏകദേശം 10, 24, 26 വയസ്സൊക്കെ കാണും. 26, 30 ആയി കാണില്ല, അത്രയൊക്കെ ആയി കാണും. അപ്പൊ ഇത്രയും വന്നല്ല എന്ന് വെച്ചാൽ, അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു മനസ്സിൽ ചിന്ത വന്നു, കോട്ടയിൽ പോയി ധ്യാനം കൂടിയാലാന്നൊരു ചിന്ത. അപ്പോ തൃശ്ശൂര് ആ ഭാഗത്തുള്ള അങ്കമാലി ഭാഗത്തുള്ള കോട്ടയിൽ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനം കൂടാൻ പോകാൻ വേണ്ടിയിട്ട് ഈ അച്ഛന്മാരെ എന്നെ എന്ത് ചെയ്ത്, എനിക്ക് അവിടെ പ്രത്യേക മുറിയും എല്ലാം, കാരണം ഈ ലോകം കിട്ടു പോകേണ്ടി അവർ നമ്മളെ മാനിക്കും. അവിടെ 10-14 പേരെ ധ്യാനിപ്പിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞാനും അവിടെ പോയി. എനിക്ക് പ്രത്യേകം മുറിയൊക്കെ തന്നു. അച്ഛന്മാര് എന്നെ നല്ലപോലെ സ്നേഹിച്ചു, എന്നെ സ്വീകരിച്ചു. അവർക്കൊരു ആശ്വാസമായി. കാരണം 10,000-കണക്കിന് ആൾക്കാർ വരുന്നതാണ്. മാസത്തിൽ 2 വട്ടം വരും. അപ്പോ അവർക്ക് കൗൺസിലിംഗ് ഇഷ്ടംമാരെ കൊടുക്കേണ്ടി വരും. അവിടെ കൂടുതലും അച്ഛന്മാര് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്രദേഴ്സ് ഉണ്ട്. അവർ ഈ കാര്യം കൊണ്ട് കൊടുത്ത സഹോദരന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ വരുന്ന ആൾക്കാർ കാണുമ്പോൾ ആൾക്കാരെല്ലാം ഓടി വരും. അവരുടെ കാര്യങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വരുന്നത്. ഞാൻ പോയിരിക്കുന്നത് എൻ്റെ അവസ്ഥ പ്രയാസം കൊണ്ട് ഞാനും ഈ ലോകമായിട്ട് മൂടി വെച്ചുകൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത്. കാരണം കാണുകയില്ല, ലോകം അങ്ങ് അറ്റം വരെ ഉള്ളതിൻ്റെ ഒരു പാദം മുഴുവൻ മൂടിയിരിക്കുകയാണ്. എൻ്റെ രോഗങ്ങൾ അവർക്ക് ആർക്കും കാണാനും പറ്റൂല, അത് കാണിക്കാതെ തന്നെ ഞാൻ കൊണ്ടുവരും. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞപ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റൂല. നായിക്കാൻ മറ്റേ അച്ഛൻ പറഞ്ഞു, പനക്കച്ചൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യണം, ബ്രദർ ഞങ്ങളെ സഹായിക്കണം, കൗൺസിലിംഗ് ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം ഒരു വശം രാവിലെ തുടങ്ങിക്കൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഒരു കസേരയിട്ട് ആൾക്കാർ വരുന്നത് ഇങ്ങനെ ക്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ വൈകുന്നേരം വരുന്നുണ്ട്. അതിന് ഉച്ചക്കത്തെ ആഹാരം കഴിക്കാനുള്ള സമയം മാത്രമാണ്. ഇവരുടെ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നം, കുടുംബ പ്രശ്നങ്ങള്, രോഗങ്ങള്, കടബാധ്യതകൾ, ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് 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 എൻ്റെ തല അങ്ങ് പെരുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഭാരം പോയി. ഇങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ 1 ആഴ്ച തീർന്നു കഴിഞ്ഞപ്പോൾ
ഞാൻ പതുക്കെ എൻ്റെ കാലിൽ അപ്പോഴാണ് നോക്കുന്നത്. ഒരു പൊടി പോലും ഇല്ലാതെ എൻ്റെ കാലിൻ്റെ അസുഖം എല്ലാം അങ്ങോട്ട് മാറി. എനിക്ക് നല്ല വിശ്വാസമായി. പിന്നെ അച്ഛൻ പറഞ്ഞു ഒരാഴ്ച കൂടി ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നത്തേലും കൂടെ എന്നെ വിളിച്ചു. അങ്ങനെ 2 ആഴ്ച ധ്യാനം കൂടി ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് അമ്മയുടെ തീരുമാനങ്ങൾ എടുത്ത് ഇനി കർത്താവ് ജീവിക്കുക എന്നുള്ള തീരുമാനം എടുത്ത് മടങ്ങി വന്നു. അപ്പോൾ കർത്താവ് എനിക്കന്ന് ശിഷ്യയെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. എന്നെ കർത്താവ് സ്നേഹിക്കുന്നതിന്റെ പിന്നാണ്. വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുന്നവരെ തല്ലുവന്നു. അമ്മേ, അതുകൊണ്ട് കർത്താവ് എനിക്കൊരു ശിക്ഷ തന്നാന്ന് പിന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്ക് കൂടിയാണ്. ആദ്യം നമ്മൾ നേരിടുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. അത് വന്നത് നന്നായി. എനിക്ക് ആ അസുഖം വന്നില്ലായിരുന്നു, ഞാൻ ഒരിക്കലും ദൈവഭാഗത്ത് ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ണുനീരോടും വേദനയോടെ ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വഴി ദൈവം തുറന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് ഇത് ഇനി ആയുഷ്കാലം മുഴുവൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈ അസുഖം മാറിയിട്ട് ഇപ്പൊ ഏകദേശം 30 വർഷം ആകുകയാണ്. ഇന്ന് വരെയും ആ സംഭവമായിട്ട് കാലൊരു പൊടി പോലും വന്നിട്ടില്ല. കർത്താവിനെ അത്ഭുതകരമായി വിടുവിച്ച് കർത്താവ് തന്നെ എനിക്ക് സൗഖ്യം തന്നു. എന്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോ ഞാൻ വിചാരിച്ചു ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ചിന്തയിലായി. അങ്ങനെ അവിടെ തന്നെ പോയിട്ട് ആ പള്ളിയുടെ ഒരു സബ്സ്റ്റേഷനുണ്ട്. അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ ഒരു ചെറിയ കൊച്ചു പള്ളിയാണ്. അവിടെ ഒരു പ്രാർത്ഥന തുടങ്ങി, കരിസ്മാറ്റിക് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി, പാട്ടും പ്രാർത്ഥനയായി കുറെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം 10-40 പേരൊക്കെ വന്നു തുടങ്ങിയപ്പോ അത് കരിസ്മാറ്റിക് ഈ കത്തോലിക്കർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഒരു പെന്തിക്കോസിന്റെ അനുഭവത്തിലൂടെയുള്ള അത് പോകണമെന്നുള്ള ചിന്ത അവർക്ക് തോന്നിയത്. അവർ ആദ്യമൊക്കെ അത് മുടക്കാനൊക്കെ നോക്കിയെങ്കിലും ജനങ്ങൾ സമ്മതിക്കാതെ പ്രാർത്ഥന പലർക്കും സൗഖ്യം. ഒരിക്കൽ പറഞ്ഞ 7 വർഷം സംസാരിക്കാത്ത ഒരു മനുഷ്യൻ സംസാരിക്കാൻ കഴിയായിരിക്കുന്നു. അത് പെട്ടെന്നല്ല, 2-3 മണിക്കൂർ ആ മനുഷ്യനോട് പ്രാർത്ഥിച്ച് ഒരു കൗൺസിലിംഗ് നടത്തുന്ന പോലെ. സംസാരിക്കാത്ത ആളാണ്, പക്ഷെ ആ മനുഷ്യനോട് കാര്യമൊക്കെ എഴുതിയൊക്കെ കൊടുത്തൊക്കെ ചോദിച്ച് ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലുള്ള ആൾക്കാർ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ 7 മണിക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ആളാണ്. ഞാൻ അവിടെ ചെന്നിട്ടില്ല, 9 മണി 9:30 ആയി. അപ്പൊ അവിടെ അന്വേഷിച്ചു വന്നു എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് ഈ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഒന്നും ഒരു മാറ്റം കിട്ടിയില്ല. പക്ഷെ കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു ഭയങ്കരമായ ശുദ്ധര ഭാര്യ ചെയ്തു. അമ്മ അത് ക്ഷമിച്ചാലേ ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാനിത് എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റും, ഈ അസുഖങ്ങളൊക്കെ മാറും, അതുകൊണ്ട് ഹൃദയപോലെ ക്ഷമിക്കണം. അതുകൊണ്ട് ആ ക്ഷമിച്ച് എന്ന് എഴുതി തന്ന് പ്രാർത്ഥിച്ച് യേശു ഊമന് സൗഖ്യമാക്കി എന്ന് പറഞ്ഞ പോലെ ആ ഭാഗവും പല പ്രാവശ്യവും വായിച്ച് ആ മനുഷ്യ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അമ്മ ആ സമയത്തുള്ള ആളുകൾ പലരും പലയിടങ്ങളിലൊക്കെ കൊണ്ടുപോയി സാക്ഷ്യപ്പെടുത്തി സംസാരിച്ചെന്ന് പറഞ്ഞു. എന്നാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, എന്നെ പിന്നെ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരൊക്കെ പട്ടം സ്വീകരിച്ച അച്ഛന്മാർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവര് പന്നരോട് പറഞ്ഞു നിങ്ങൾ എന്തിന് ഈ ബ്രദറിനെ വിളിച്ചുകൊണ്ട് പോകണം എപ്പോഴും? ഇവിടെ ഞങ്ങൾ അച്ഛന്മാരുണ്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരൂല്ലേ? അച്ഛന്മാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബ്രദറിനെ വിളിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. വന്നവർ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എവിടെ പോയി കഴിഞ്ഞാൽ 7 മണിക്ക് ആശ്രമത്തിൽ വന്നേക്കണം. കാരണം 7 മണിക്ക് പ്രാർത്ഥന ഉണ്ടാകണം, ബാക്കിയുള്ള എല്ലാത്തിലും ഉണ്ടാകണം, അല്ലെങ്കിൽ പറ്റൂലെന്നൊക്കെ പറഞ്ഞവര് ചില നിബന്ധനകളൊക്കെ വെച്ചു. പക്ഷെ എനിക്ക് എവിടെ പോയി 7 മണിക്ക് വരാൻ പറ്റൂല. കാരണം ഒരു 6 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ 8 മണിയൊക്കെ ആകും വരുമ്പോൾ. അങ്ങനെ അവിടെ പ്രശ്നമായി. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ അനുവാദമില്ലാത്ത സാഹചര്യമൊക്കെ വന്നു. പക്ഷെ എനിക്ക് ഇത് രോഗസൗഖ്യത്തിന് ഒരു വരവുള്ളത് അവർക്കറിയാം. പക്ഷെ ഈ കപ്പൂച്ച അച്ഛന്മാർ ധ്യാനം നടത്തുന്നുണ്ട്. പല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവക പള്ളികളിൽ പോയി ധ്യാനം നടത്തും. കാരണം സാധാരണ അച്ഛന്മാരെ കൂട്ടല്ല, ഇവര് പ്രാർത്ഥനയിൽ കുറേയും കൂടി ഉള്ള ആൾക്കാരെ അതിന്റെ പേരിൽ ഇവരെ കൊണ്ടാണ് ഈ ഇടവക പള്ളിയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്നത്. അപ്പൊ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരിൽ ശ്രേഷ്ഠന്മാര് പലരുണ്ട്, ധ്യാന ഗുരുവൊക്കെ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ കൂടി ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ എന്നെയും കൂടി അവരെ കൂട്ടി. കാരണം എനിക്ക് എല്ലാം വേണമല്ലോ, പ്രാർത്ഥിക്കുന്ന ആൾ വേണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ വേണം, പ്രസംഗിക്കാൻ ആൾ വേണം, വീടുകളിൽ പോയി സന്ദർശിക്കാൻ ആൾ വേണം, ഇതൊക്കെ വേണം. അപ്പൊ എന്നെയും കൂടി അവർ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ കാരണം എനിക്ക് രോഗസൗഖ്യമുള്ള എൻ്റെ വീടാണ്. ഞാനും അവരുടെ കൂടെ പോയി എവിടെയെന്ന് അറിയാമോ? തിരുവനന്തപുരത്ത് പോയത് ആലപ്പുഴ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെ പോയി അവിടെ എല്ലാം ഈ കടൽ തീരമൊക്കെയാണ്, ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്, 10,000-കണക്കിന് കുടുംബങ്ങളുള്ള ഇടവകളാണ്. അപ്പൊ അവിടെ പോയി ധ്യാനിപ്പിക്കാന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങിയാൽ ഞായറാഴ്ച തീരുള്ളൂ. അപ്പൊ തിങ്കളാഴ്ച രാവിലെ തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്ത് ആൾക്കാർ ക്ഷണിക്കണം. അപ്പൊ ഞങ്ങൾ 6 പേരാണെങ്കിലും മെയിനായിട്ടുള്ള ധ്യാനഗുരു അവിടെ പള്ളിയിൽ ഇരുന്ന് വചനങ്ങൾ ധ്യാനിച്ചും പ്രസംഗിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യും. ഞങ്ങൾ ബാക്കി 5 പേരും വീടുകളിലേക്ക് പോകും.
അപ്പൊ ഓരോ യൂണിറ്റിൽ നിന്ന് ഈ 2 പേരെ അയച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 വീടെങ്കിലും കവർ ചെയ്യണം. 100 വീട് കവർ ചെയ്യണമെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് ആഹാരത്തിന് ഒരു സമയമുണ്ട്, ബാക്കി വൈകുന്നേരം 4 മണിയാവും 5 മണിയാവും നിർത്തും. എങ്കിലും ആ നേരം കൊണ്ട് 100 വീടിലേക്ക് പോകണം. ഇങ്ങനെ ഞാൻ ഒരു യൂണിറ്റ് തരത്തിൽ 2 പേരുടെ കൂടെ പോയി. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല വീടുകളും കയറി 10 മിനിറ്റ് പ്രാർത്ഥിക്കും. അവരെല്ലാവരും വിളിക്കും, നിങ്ങളെല്ലാവരും ധ്യാനത്തിൽ വരണം, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും, എല്ലാവരും വരണം, 9 മണി തീരും, രോഗസൗഖ്യം കിട്ടും, സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ വിളിക്കും. അവർ നമ്മ പോയി വിളിക്കുന്നതിന് വരികയും ചെയ്യും. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന യൂണിറ്റിലെ അംഗങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ആ വീട്ടിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു, എന്താ ആ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു? അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കുന്നവരെയാണ്. അതെന്താണ് അങ്ങനെ? അവര് ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കുന്ന ഒരു തിരുമല അച്ഛൻ്റെ, മാത്യു തിരുമല എന്ന് പറഞ്ഞ ഒരു അച്ഛന്റെ ധ്യാനം കൂടി അതുകൊണ്ട് അവർ പെന്തക്കോസ്തിന്റെ വഴിയിലൂടെ പോകുന്ന അവർക്ക് അമ്മയില്ല, അമ്മയെ അവർ അംഗീകരിക്കുന്നില്ല, മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പോകാതിരിക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ മനസ്സിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു ഒരു അന്വേഷിച്ചാലേ മനുഷ്യപുത്രൻ വന്നത്, അതുകൊണ്ട് ഞാൻ പോവാം, നിങ്ങൾ എവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ വരില്ല, നിങ്ങൾ എവിടെ ഇരുന്നു, ഞാൻ അവിടെ പോവാം. അപ്പൊ ഇതെല്ലാം ആ വീട്ടിൽ അമ്മച്ചി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് അറിയാം ഇവര് അങ്ങോട്ട് വിടുവില്ലെന്നറിയാം. പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ നിർബന്ധമായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അമ്മച്ചി പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സ്വീകരിച്ചു. അവിടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പച്ചൻ നല്ലൊരു ഡ്രൈവറാണ്, കണ്ടെയ്നർ ലോറിയൊക്കെ ഓടിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളിക്കാരൻ എപ്പോഴും വഴക്കും വൈരാഗ്യവും, പലരുമായിട്ടും വഴക്കും വൈരാഗ്യം, അല്പം വെള്ളമൊക്കെ അടിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പോകാത്ത ഇടങ്ങളൊന്നുമില്ല. പല ഇടങ്ങളിലും കൊണ്ടുപോയി, പല അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയെങ്കിലും ഇദ്ദേഹത്തിന് ഒരു സൗഖ്യം കിട്ടിയില്ല, ഒരു മദ്യത്തിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഈ മുൻകോപവും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ മറ്റൊക്കെ സിംഹത്തിന്റെയും അതേപോലെ പുലിയുടെയൊക്കെ പടമൊക്കെ വെച്ചേക്കുന്ന പച്ചൂത്തിയേക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ചട്ടമ്പിയായിട്ട് നടന്ന ആളാണ്. ആ മനുഷ്യൻ ഈ അച്ഛന്റെ ധ്യാനം ഇദ്ദേഹത്തിന് വളരെ ആശ്വാസമായി, ഒരു കുഞ്ഞാടിനെ പോലെ ആയി. അന്ന് തുടങ്ങി പുള്ളിക്കാരൻ POC വഴികൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ജോലിക്കൊക്കെ പോവുകള്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ഈ അച്ഛന്റെ ധ്യാനം കൂടാൻ കൂടി കൊച്ചി തോപ്പുംപടിക്ക് പോയി ധ്യാനമൊക്കെ കൂടി. അങ്ങനെ ഇവര് പോകുന്ന പലരും അറിഞ്ഞ് ഇവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഇവരൊക്കെ കൂടിയാണ് ഈ പള്ളിയൊക്കെ ഇവർക്ക് പണിത് കൊടുത്തെങ്കിലും അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ പോയത്. അപ്പൊ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മച്ചിക്ക് നല്ല വചനം അറിയാം, എനിക്കറിയാനൊക്കെ കൂടുതൽ അമ്മച്ചി വചനം പറയണം. അപ്പൊ ആ അമ്മച്ചി എൻ്റെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ പോയി തെറ്റാണെങ്കിൽ മടങ്ങി വരാം, ശരിയാണെങ്കിൽ അത് അച്ഛൻ അംഗീകരിക്കണം. അച്ഛൻ ആ ധ്യാനം ഒന്ന് പോയി കൂടണം, ധ്യാനം കൂടിയിട്ട് അച്ഛൻ തീരുമാനിക്കും, അച്ഛൻ പറയുന്നത് ഞങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു മാതാവ് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോയി. അതേപോലെ ആ പരിസരത്ത് വേറെ ചില കുടുംബങ്ങൾ ഇതേപോലെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നമാണ്, ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാം എന്ന് വിചാരിച്ചത്. കഴിഞ്ഞിട്ട് ഞാനൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ തോപ്പുംപടി എന്ന സ്ഥലത്ത്, അപ്പൊ എനിക്ക് ലോഹയുണ്ട്, ലോഹ എടുക്കാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ധ്യാനമില്ല, ഈ മാസത്തിൽ 2 പ്രാവശ്യം ധ്യാനമുണ്ട്. അപ്പൊ ഞാൻ ചെന്ന ആ സമയത്ത് ധ്യാനമില്ല, ഒരു തിങ്കളാഴ്ച ദിവസം പോയത്. അപ്പൊ അയൽവക്കത്തുള്ള അവരോട് ഞാൻ അന്വേഷിച്ചു, ഇവിടെ എന്താണ് സംഭവങ്ങൾ, ഇവിടെ എന്താണ് നടക്കുന്നത്. അപ്പൊ അവരെല്ലാം കത്തോലിക്കരാണ്. അവർ പറഞ്ഞു, അത് അച്ഛാ ഇവിടെ അതേ ഒരു അച്ഛൻ, തിരുമല അച്ഛൻ, മാത്യു തിരുമല, കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ അച്ഛൻ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്. മാതാവില്ല എന്നും മാതാവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ വന്നത്. അപ്പൊ ഞാൻ വന്നതിന് ആ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ എനിക്ക് എന്തായാലും ഈ ധ്യാനം കൂടാൻ വരണം, പക്ഷെ ലോകമായിട്ട് വരാൻ പാടില്ല, രഹസ്യമായിട്ട് വരണമെന്ന് വിചാരിച്ച് ഞാൻ മടങ്ങി ചെന്നു, ആശ്രമത്തിൽ ചെന്നു. അപ്പൊ ഞങ്ങൾ 3 പേര്, എൻ്റെ മൂത്ത കന്യാസ്ത്രീയാണ്, TSS എന്ന് പറയുന്നത്, പട്ടോ സിസ്റ്ററാണ്. അത് ഈ കാവി വസ്ത്രം ഇട്ട് നടക്കുന്ന ഒരു സിസ്റ്റർ. എൻ്റെ നേരെ ഇളയതാണെങ്കിൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ആന്റണി എന്ന് പറയും, വെള്ള ഉടുപ്പും അതേപോലെ വെള്ള കയറും കെട്ടുന്ന ഒരു സിസ്റ്ററാണ്. ഞാനാണെങ്കിൽ കാപ്പിപ്പൊടിയും അതേപോലെ വെള്ള കയറും. അപ്പൊ ഞങ്ങൾ ലീവിന് വരാൻ നേരത്ത് 3 പേരും കൂടെ ഒന്നിച്ച് ലീവ് എടുക്കും. കാരണം ഞങ്ങൾക്കൊരു സന്തോഷമാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ നാട്ടുപ്രദേശത്തും പള്ളിയിലൊക്കെ പോകുന്നതൊക്കെ സന്തോഷമാണ്. കാരണം ഒരു കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഒരു അച്ഛൻ പോകുന്ന, ഒരു കന്യാസ്ത്രീയൊക്കെ പോകുന്നവർ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ ഞങ്ങളിപ്പോ 3 പേരാണ്, 3 കളറുമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ലീവിൽ പോകുമ്പോൾ ഞാനും കൂടെ ഒന്നിച്ച് എൻ്റെ അവരനുസരിച്ച് ഞാനും കൂടെ പോകുമ്പോൾ എന്നെ ആ സമയത്ത് വിടുകയും ചെയ്യും. അപ്പൊ ഇപ്പോ അവര് വന്നിട്ടില്ല, പക്ഷെ എനിക്ക് ധ്യാനം കൂടാൻ പോകാം. ഈ 5 ദിവസം ധ്യാനം കൂടാൻ പോകണമെങ്കിൽ അനുവാദം കൂടെ ഒരിക്കലും പോകാൻ പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സുബേരച്ചെന്ന് പറഞ്ഞു, എനിക്ക് എന്റെ സൗകര്യമാര് വന്നിരുന്നു, എനിക്ക് പോകണം. അവ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ പോയതോടെ ധ്യാനം കൂടാൻ വേണ്ടി. അവിടെ ചെന്ന് ധ്യാനം കൂടുന്ന സമയത്ത്
അപ്പോൾ ഇവിടുന്ന് തോപ്പുംപടിക്ക് പോകണം, തിരുവനന്തപുരത്ത് 11 രാത്രിക്ക്. ഞാൻ ലോഹയൊക്കെ മാറ്റി വെച്ചിട്ട് ആരും കാണാതെ, ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് ചാടിയാണ് ഞാൻ പോയത്. കാരണം ലോഹയില്ലാതൊക്കെ വെളിയിൽ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർ കാണാനും പാടില്ല. അങ്ങനെ ഞാൻ കാവ്യ മുന്നിൽ മാത്രം എടുത്ത് അത്യാവശ്യമായിട്ട് ഉൾപ്പെടുത്തി ഞാൻ അങ്ങ് ചെന്നു. നേരം വെളുക്കെ അവിടെ തോമ്പടി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നേരം വെളുത്തപ്പോൾ രജിസ്ട്രേഷനായി. അപ്പൊ എന്റെ പേര് കൊടുത്തു. അപ്പൊ എന്റെ ആശ്രമത്തിന്റെ പേര് ഒന്നും കൊടുത്തില്ല, എന്റെ നാട്ടിലെ പേര് കൊടുത്തു. അങ്ങനെ ധ്യാനത്തിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഉച്ചയും കഴിഞ്ഞപ്പോ 3 മണിയായപ്പോഴും കുറെ ആൾക്കാർ പിന്നെയും വന്നു. അത് വന്നത് ആരാന്നറിയാമോ? ഞാൻ ഈ ധ്യാനിപ്പിക്കാൻ പോയ ആ അമ്മച്ചി കുടുംബവും അവരൊക്കെ കൂടി അവര് ഇങ്ങനെ ധ്യാനം ഉണ്ടെങ്കിൽ കൂടെ വരും. അവർക്ക് വേറെ അത്യാവശ്യ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ വരും, ധ്യാനം കൂടാൻ വചനം കേൾക്കാൻ വേണ്ടി വരും. അവര് വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കും. അവർ ഉടനെ ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങൾ ധ്യാനിപ്പിച്ച ബ്രദറാണ് ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് കാര്യം മനസ്സിലായി. ഞാൻ രഹസ്യമായിട്ട് പോയെങ്കിൽ അപ്പൊ തന്നെ പരസ്യമായി അച്ഛൻ പറഞ്ഞു, ബ്രദറെ വന്നത് രക്ഷപ്പെട്ട് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ അച്ഛനും. അങ്ങനെ എനിക്ക് അവിടെ നല്ല ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടി. ഞാൻ അവിടെ അങ്ങനെ ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. എനിക്ക് മനസ്സിലായി. അന്നാണ് ഞാൻ അറിയുന്നത്, ഈ ധ്യാനം കൂടിയതിന് ശേഷം എന്റെ ഭക്തി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ 3 എണ്ണം ചൊല്ലാൻ തുടങ്ങി. പുണ്യാഹ വഴക്കങ്ങളെല്ലാം കൂടുതലായി. കാരണം ഭക്തിയാണ് കൂടിയതിൽ. പക്ഷേ വിഗ്രഹാരാധന തെറ്റാണ്, വിഗ്രഹത്തെ സേവിക്കുന്നവരുടെ വേദന വർദ്ധിക്കും എന്ന് ദൈവം പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഈ കരിസ്മാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവ ഇതൊന്നും പറയില്ല. അവന് അവസാനം മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലിയേ നിർത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാനൊക്കില്ല. എന്നാൽ ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവരെ ധ്യാനിപ്പിക്കുന്ന മാത്യു തിരുമലയും പനക്കലച്ഛൻ്റെയൊക്കെ ബാച്ചിൽപ്പെട്ട 4 പേരിൽ ഒരാളാണ് ഈ മാത്യു തിരുമല എന്ന അച്ഛൻ. ഈ അച്ഛനെയാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ കുർബാന വിലക്ക് എല്ലാം ചെയ്ത് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ധ്യാന കേന്ദ്രം തോപ്പുംപടി തുടങ്ങി. അങ്ങനെ അനേക ആൾക്കാരെ, ജാതികളെ, അന്യജാതിക്കാരെയും കത്തോലിക്ക ചെല്ലുന്നവരെയൊക്കെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ഇടവന്നു. അപ്പൊ ഞാൻ അവിടെ പോയി പെട്ട് വിഗ്രഹാരം തെറ്റാണെന്ന് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചു. പല വിഷയങ്ങളും പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞേ കർത്താവല്ല മനുഷ്യരെ രക്ഷിക്കാൻ 1 തിമോത്തി 2:5 പറയുന്ന ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, കർത്താവ് യേശു മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ അടുത്ത് മാത്രമേ പ്രാർത്ഥിക്കാവൂ. നമ്മുടെ എല്ലാ വിഷയങ്ങളും യേശുവാണ്. മാതാവ് എന്ന് പറഞ്ഞാൽ ആ മാതാവ് യേശുവിനെ ഒരു ജന്മം കൊടുത്തെന്നല്ലാതെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. യേശുവിന്റെ അമ്മ മറ്റുള്ളവരെ പോലെ മരിച്ചടക്കപ്പെട്ട് വിശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മൾ കത്തോലിക്കൽ ചെയ്യുന്നതും ഹിന്ദുക്കൾ ചെയ്യുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമ്മൾ തിരുസ്വരൂപം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നു, അവർക്ക് വിഗ്രഹം എന്ന് പറയുന്നു. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണെന്നൊക്കെ കർശനമായിട്ട് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഇവിടെ ഒരു തേക്ക് മരം ഇവിടെ നിൽക്കുകയാണ്. ഈ തേക്ക് മരം ഞാൻ ഇപ്പൊ കോടാലോട് വെട്ടിയിട്ട് അത് തേക്കിന്റെ മരം ആണോ അല്ലെന്ന് നിങ്ങൾ തന്നെ പറയും എന്ന് പറഞ്ഞാൽ ഈ തിയോസ് ബൈബിൾ വെച്ചിട്ട് പറയാണ് ഇതിനകത്തുള്ള കാര്യം തന്നെ കൂടി പഠിപ്പിക്കുന്നത്. അപ്പോൾ പുറപ്പാട് പുസ്തകം 20 കൃത്യമായിട്ട് പഠിപ്പിച്ചത്. നിന്റെ ദൈവമായ നിന്നെ അടിമനിർത്തി കൊണ്ടുവന്ന ദൈവം ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന്. മുകളിലാകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലുള്ള യാതൊന്നിന്റെ പ്രതിമയോ സ്വരൂപമുണ്ടാക്കി അതിന്റെ മുമ്പിൽ നമിക്കുകയോ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുത്, ഞാൻ അസഹിഷ്ണുവായ ദൈവമാവുന്നു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പഠിപ്പിച്ച ലേവ്യ പുസ്തകം 26 അത് 1-ാം വാക്യം വായിക്കുന്നെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിക്കുകയോ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയോ അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാവുന്നു. നിങ്ങൾ എന്റെ ശബത്തുകൾ ആചരിക്കുകയും എന്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം, ഞാൻ യഹോവയാവുന്നു. അപ്പോൾ അവിടെയും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആവർത്തന പുസ്തകത്തില് വായിക്കുമ്പോൾ അവിടെയും കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായം 15 തുടങ്ങിയുള്ള വാക്യത്തിലും അത് വായിക്കുന്ന ഇപ്രകാരം, നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവിൽ. ഓരോവിൽ വെച്ച് ദൈവം തീയിലൂടെ വെളിപ്പെട്ടപ്പോൾ അവിടെ രൂപമൊന്നും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും ഒരു രൂപം ഉണ്ടാക്കരുത്, ഒരു സ്തംഭമോ ബിംബമോ ഉണ്ടാക്കരുത് എന്നുള്ള മത്സ്യത്തിന്റെ ഒന്നിന്റെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വാചകങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പഴയ നിയമ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇപ്പൊ 115 വായിക്കുന്നത് 4 തുടങ്ങിയ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരെ കൈവേല തന്നെ. അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയുണ്ടാക്കിയവർ അവയെ പോലെ തന്നെ ആയിത്തീരും എന്നാണ് വചനം.
അപ്പൊ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ കണ്ടത്, അമേലിയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 7-ാം അധ്യായത്തിലെ 29-ാം വാക്യം 20-ാം വാക്യമാണ് അക്കാലത്ത്, അതായത് 17-ാം അധ്യായത്തിലെ 29 വായിക്കുന്നത്. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്ത പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം അലക്ഷ്യമാക്കാം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നും കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയും റോമാലേഖനത്തിലും വായിക്കുന്നത് ഇപ്രകാരമാണ്. അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞു, നികൃഷ്ട പ്രവൃത്തിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പാപം ദൈവം വെറുക്കുന്നത്, ഏറ്റവും വലിയ വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നത്. അമ്മേ, ഇരമ്യാ പ്രവാചകൻ 2:13 വായിക്കുന്നുണ്ടല്ലോ, എന്റെ ജനം 2 ദോഷം ചെയ്തു. 2 ദോഷം എന്ന് പറഞ്ഞാൽ വിചാരവും കൊലപാതകവും അല്ല. ഒന്ന്, ജീവന്റെ ഉറയായി എന്നെ അവർ തള്ളിക്കളഞ്ഞു, എന്നിട്ട് ജീവനില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. അതാണ്. ബാക്കി എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും, ഇത് ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം. എന്റെ മഹത്വം ഞാൻ ഒത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അതവിടെ പറഞ്ഞ് നിർത്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ധ്യാനം കൂടി ഞാൻ ഈ ഫസ്റ്റ് എത്ര മിനിറ്റും കൂടെ പോകണ ഉദ്ദേശം? ഫസ്റ്റ് എത്ര മിനിറ്റും കൂടെ നമുക്ക് എടുക്കാം? എത്ര മിനിറ്റ് കൂടെ? ഓക്കെ പാസ്റ്റേ, പറഞ്ഞോ. 10-15 മിനിറ്റ് കൂടെ ദേവാസനം എടുക്കാം. ശരി, ഓക്കെ. അപ്പോ ഈ ധ്യാനമൊക്കെ കൂടി ഞാൻ ആശ്രമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ സുബേഖ എന്നോട് ചോദിച്ചു, ബ്രദർ എവിടെ പോയി എന്ന് ചോദിച്ചു. എനിക്കറിയാൻ പറഞ്ഞു, എങ്ങനെ അറിവ് കിട്ടിയെന്നറിയില്ല. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ധ്യാനം കൂടാൻ പോയി. ആരുടെ ധ്യാനമാണ്? മാത്യു തിരുമലാച്ചന്റെ ധ്യാനം കൂടി. എന്നാ ബ്രെയിൻ വാഷ് ചെയ്തേക്കണം, ഇനി ഇതിൽ നിന്ന് കയറിപ്പോനെ ഒക്കൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല, ശരിക്കും ദൈവത്തിന്റെ വചനം തന്നെ പഠിച്ചതെന്ന് പറഞ്ഞു. ഇത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്തുള്ള അധികാരികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം ഞാൻ കൊന്തയിലേ ഇല്ല, കുരിശിന്റെ വഴി നടക്കുകയില്ല, ഇതൊന്നുമില്ല. എല്ലാവരും നിർബന്ധിച്ച് അതിന്റെ ലീഡറാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ യേശു കർത്താവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നാലും കൊള്ളാം, എവിടെ പോയാലും കൊള്ളാം, ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, യേശുവിനെ കുറിച്ച് ഞാൻ പറയുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. ആകാശത്തേക്ക് മനുഷ്യർക്ക് മറ്റൊരു നാമമില്ല, യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് വൈരാഗ്യം കൂടി അവരെ അധികാരികളെ ഏൽപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് ലെറ്റർ വന്നു, ഫോൺ വിളിച്ച് ഈ എറണാകുളം പൊന്നുന്തി ഞങ്ങളുടെ ഹെഡാണ്, അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രൊഫസർ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? നമ്മൾ കേട്ടതൊക്കെ ശരി തന്നെയാണ്, ഞാൻ ദൈവവചനം കേട്ട് മനസ്സിലാക്കി. അപ്പൊ പറഞ്ഞു, എന്നാൽ ഇനി ടീച്ചിങ്ങും പ്രീച്ചിങ്ങും കൗൺസിലിങ്ങും പാടില്ല, ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ പാടില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ, മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷം അറിയിക്കും, എനിക്ക് അറിയിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആശ്രമത്തിന്റെ അകത്ത് തന്നെ ഒതുങ്ങി ജീവിക്കാം, അതിന്റെ അകത്തുള്ള കോമ്പൗണ്ട് ഉണ്ടല്ലോ, അവിടെ കൃഷി ചെയ്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കാം, ഞാൻ പുറത്തിറങ്ങിയ മനുഷ്യരെ കണ്ട സുവിശേഷം അറിയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഈ ഭയമായി. കാരണം ഈ സുപ്രീം കച്ചവടത്തൊന്നും ഞങ്ങൾക്ക് എതിരൊന്നും പറയാൻ പാടില്ല. ഒരു ചീര തന്നിട്ട് വേര് മുകളിലാക്കി നടാൻ പറഞ്ഞ് നട്ടോളണം, അങ്ങനെയാണ് ഞങ്ങൾ അനുസരണം ഒന്ന് പഠിപ്പിച്ചേക്കണം. ഒരു മറുചോദ്യം ചോദിക്കാൻ പാടില്ല. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞേ, അച്ഛാ, ദൈവവചനം പറയുന്നത് മനുഷ്യർ പറയുന്നത് കേൾക്കണോ, കർത്താവ് പറയുന്നത് കേൾക്കണോ, ഏതാണ് ചെയ്യലെന്ന് ആ 10 വർഷത്തെ ലേഖനമൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ധൈര്യമാണ്. അപ്പൊ അച്ഛനാകെ പേടി, ഒരു ഉള്ളുകൊണ്ട് ഭയമുണ്ട്. അപ്പൊ അച്ഛൻ പറയും, ഞാൻ ഒരാളെടുത്ത തീരുമാനമല്ല, ഡെഫിനറ്റ്ലി മീറ്റിംഗ് 7 പേരും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബ്രദറിന്റെ ഇഷ്ടംമാരെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ സുവിശേഷം അറിയും. ആശ്രമത്തിലേക്ക് വന്ന് അവരെന്നെ ഒറ്റപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന 10-12 പേര് 14 പേരോളം അവര് എന്നെ കണ്ടു കഴിഞ്ഞാൽ നോക്കിയില്ല, സംസാരിക്കുകയില്ല. ഞാൻ അതിലെ കൂടി നേരെ പോകുമ്പോൾ ഞാൻ ആശ്രമം അറിയാല്ല, ആശുപത്രി കിട്ടുന്ന പോലെ ഞാൻ വരാന്തായി ഒരറ്റത്തൂടി വരുമ്പോൾ ഞാൻ ഇപ്പുറത്തൂടി വരണമെങ്കിൽ അവർ എന്നെ കണ്ടാൽ മാറിപ്പോകും. എന്നെ എന്തോ ഒരു നികൃഷ്ട ജീവിയെ പോലെ കാണാൻ തുടങ്ങി.
എനിക്ക് മനസ്സിൽ ഭാരവും പ്രയാസവും തുടങ്ങി. അപ്പൊ ദൈവം എനിക്ക് ഇനി എന്ത് ചെയ്യും, മുമ്പോട്ട് പോകാൻ എന്താണ്, ഇവിടെ എന്തായാലും അവിടെ നിൽക്കാൻ പറ്റൂല. കാരണം എനിക്ക് കിട്ടിയേക്കുന്ന ഈ വെളിപ്പാടനുസരിച്ച് മുമ്പോട്ട് ഒരിക്കലും സാധിക്കുകയില്ല, ഒരു സമ്മതിക്കുകയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 5-6 പേര് അവിടെ നിന്ന് കൊണ്ടുപോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞാനാണ് ഒരു മനസ്സിലായി. എനിക്ക് ഉടനെ അവർ എന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി ട്രാൻസ്ഫർ തന്നേക്കും. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ആകെ ആകുലപ്പെട്ടത്. അവരൊക്കെ പോയി സത്യം മനസ്സിലാക്കി അച്ഛന്മാരോട് എതിർക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ എല്ലാത്തിൻ്റെ ആള് ഞാനാണെന്ന് മനസ്സിലാക്കി എന്നെ ശരിക്കും പറയാൻ നാട് കടത്തുമെന്ന് പറഞ്ഞമാരെ എനിക്ക് അവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് ഒരു ട്രാൻസ്ഫർ ഇട്ടേക്ക്. തിരുവനന്തപുരത്തായിക്കുന്ന ഞാൻ അഞ്ചലിലേക്ക്, പുനലൂർ അഞ്ചലിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ വരെ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് പോകാൻ താല്പര്യമെങ്കിലും പോകാതിരിക്കാനും പറ്റില്ല. ഞാൻ ഉടനെ ഈ എന്ത് ചെയ്ത് ഇങ്ങനെ ദൈവത്തിന്റെ സ്ഥലിൽ അധികം ഏറ്റവും കൂടുതൽ എനിക്ക് രോഗം ഉണ്ടായിരുന്ന 10-50 പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഈ സ്വന്തം ഈ സഹോദരന്മാര് എന്നെ വെറുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസമായി. കാരണം ഞങ്ങളെ പഠിപ്പിച്ചേക്കണം അങ്ങനെ സഹോദര സ്നേഹം ഏറ്റവും വലിയ കാര്യം എന്നൊക്കെയാണ് ഫ്രാൻസിസ് അസീസി പഠിപ്പിച്ചേക്കണം. അപ്പൊ ഈ സഹോദരന്മാർ എന്നെ വെറുത്ത് എന്തിനാണ് യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ. അപ്പോൾ എനിക്ക് വളരെ പ്രയാസമായി. അന്നില്ല ദൈവാത്മാവ് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും പ്രതികൂലമായ ആ ദിവസം അന്ന് രാത്രി 2:10 എനിക്ക് പ്രത്യേകം മുറിയുണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കിടക്കുന്ന സമയത്ത് രാത്രി കൃത്യം 10 മണിക്ക് കിടക്കും. ആ രാത്രി അന്ന് 2:10 പീറ്റർ എന്ന് പറഞ്ഞ ഒരു ശബ്ദം കേട്ടു. ഞാൻ എന്തോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ്. എന്റെ ചിന്ത മുഴുവനും അവിടെ പ്രായമുള്ള ഒരു അച്ഛൻ മരിച്ചിട്ടുണ്ട്. ആ അച്ഛനെ ഞാനാണ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത്. അച്ഛൻ മരിച്ചിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ ചാടി വാലൊക്കെ തുറന്നു നോക്കി. അപ്പൊ ആരെയും കാണുന്നില്ല. എന്റെ നെഞ്ചാണെങ്കിൽ പടപടാന്ന് ഇരിക്കാനും തുടങ്ങി. എനിക്ക് ഈ ആകെ ഒരു ഇതായി, ഈ ശബ്ദവും കേട്ട് ആരെയും കാണാനുമില്ല. അങ്ങനെ ഞാൻ ഒരു സ്റ്റൂളുണ്ട്, ആ സ്റ്റൂളിൽ ഇരുന്ന് മേശപ്പെടുത്തി തലയും ചായച്ച് ക്ഷീണം കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. പള്ളിയും ബന്ധവും നോക്കണ്ട, എല്ലാം ഞാൻ കാണിച്ചു തരാം. യേശു മാത്രം കർത്താവിനെ പറയാവൂ. ഡയറക്റ്റ് സുവിശേഷം അറിയിക്കണം. എനിക്ക് വേണ്ടി അനേകരും നേടണം. ചുവപ്പിലും വെളുപ്പിലും അല്ല ദൈവത്തിന്റെ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് വചനങ്ങൾ പറഞ്ഞു. ആ വചനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ദൈവാത്മാവിന്റെ സംസാരമാണ്. ഒരു വ്യക്തി നമ്മൾ ആളെ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വളരെ ധൈര്യമായി. അതോടുകൂടി ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നു. സന്തോഷമായി, ഭാരങ്ങളൊക്കെ മാറി. പിറ്റേ ദിവസവും ദൈവാത്മാവ് വിളിച്ചു, പീറ്റർ എന്ന് പറഞ്ഞ് വിളിച്ചു. അത് 12 മണി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത്. ഞാൻ എന്തോന്ന് പറഞ്ഞു എന്നുവെച്ച് ഒരു നെഞ്ചിരിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അത് ആ ബുക്കിൽ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച്. അങ്ങനെ കർത്താവിനെ വിളിച്ച് പള്ളിയും ബന്ധം നോക്കണം, എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇവർ പറഞ്ഞനുസരിച്ച് അഞ്ചലിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ തീരുമാനമെടുത്ത്. അവിടെ അച്ഛന്മാരിൽ 2-3 അച്ഛന്മാരേ ഉള്ളൂ, സഹോദരന്മാരൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ 12 ഏക്കർ റബ്ബർ തോട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നോക്കാനും അന്വേഷിക്കാനൊക്കെയാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് ഞാൻ ഉപവസിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ തീരുമാനമെടുത്ത് 7 ദിവസം ഉപവസിക്കാന്ന്. 7 ദിവസം ഉപവസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ദിവസം പോലും 6 മണി വരെ എനിക്ക് ഉപവസിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ സമയത്ത് ഞാൻ കർത്താവിനോട് തീരുമാനമെടുത്ത്, കർത്താവ് 7 ദിവസം എനിക്ക് ഉപവസിക്കാനുള്ള കൃപയായിരുന്നു. ഞാൻ തുടങ്ങി. ഒന്നാമത് അവിടെ ഒരു ആഹാരമൊക്കെ വെച്ചൊക്കെ ഒരു കുക്കുണ്ട്. അപ്പൊ ആ കുക്ക് അറിയാതെ ഒരു ആഹാരം അവിടെ കിട്ടുകയില്ല. നമുക്ക് അദ്ദേഹം അറിയും, ഒരു വെള്ളം കുടിക്കുകയും അറിയും. അപ്പൊ എല്ലാ ദിവസവും ഞാൻ കട്ടൻ കാപ്പിയും എടുത്തുകൊണ്ടാ പോരുന്നത്, ഫ്ലാസ്കിൽ. അപ്പൊ അച്ഛൻ ചോദിക്കുന്നു, ബ്രദർ ആഹാരം കഴിച്ചില്ലേ? ഇല്ല, കട്ടൻ കാപ്പി മാത്രമേ കൊണ്ടുവരുള്ളൂ. അങ്ങനെ 1, 2, 3, 4, 5. അപ്പൊ അവർക്ക് അത്ഭുതമാണ്. അവര് തന്നെ ഒരു ദിവസം പോലും ഒന്നും ഉപവസിക്കില്ല, ഇരുന്നിട്ടുമില്ല, ഇരിക്കാൻ പാടില്ല, അനുവാദമില്ല. അപ്പൊ ഞാൻ ഈ 6-ാം ദിവസം ആയപ്പോ അവര് ചിന്തിച്ച കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ മനഃപൂർവ്വമായിട്ട് ആത്മഹത്യക്ക് വേണ്ടി വന്നതാണ്, വാശിയുടെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഉടനെ പ്രൊഫഷണൽ വിളിച്ചു പറഞ്ഞു. പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് ഉപവാസം എത്രയും പെട്ടെന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അച്ഛാ, ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം 7 തികച്ച് ഞാൻ ഉപവാസം നിർത്തിയേക്ക. ആ സമയത്ത് ദൈവം 2 അത്ഭുതങ്ങൾ ചെയ്തു. അവിടെ ആളുകൾ കുറവാണെങ്കിൽ അങ്ങ് ദൂരെയൊന്നും ഒരു അമ്മിച്ച് അവിടെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ വരും. അമ്മിച്ച് നാവിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അമ്മിച്ചു കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മിച്ച് ക്യാൻസർ മാറി. പിന്നത്തേല് ഒരു പിശാച് ബാധിച്ച ഒരു സഹോദരി ഉണ്ടായി. ആ സഹോദരിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ചില മണിക്കൂറുകൾ എടുത്ത് കഴിഞ്ഞാൽ ആ സഹോദരി പിശാച് മാറി. അങ്ങനെ അവർക്കൊക്കെ സന്തോഷമായി. പക്ഷെ എങ്കിലും ഇവരാരും എന്നെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ സംസാരിച്ചു. മനോഹരമായ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഞാൻ മനോഹരമായ തീരുമാനം എടുക്കാൻ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ 1995 ഏപ്രിൽ മാസം 1-ാം തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആശ്രമം വിടുകയും അത് അഞ്ചലിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഒരു കാരണവശാലും എന്നെ വിടുകയില്ല. ഞാൻ ഈ ലോകത്തേക്കാണ്, എന്നെ വിടുകയില്ല. എനിക്ക് ബസ് കയറണമല്ലോ.
ഞാൻ ബസ് കയറാൻ വേണ്ടി പുറത്തു പോയി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ആ സഹോദരൻ എന്ത് ചെയ്യും, ബസ് കൈ അടച്ച് ബസ് നിർത്താൻ പോകുമ്പോൾ എന്റെ കൈ താഴത്തേക്ക് തട്ടിക്കളയും. അപ്പൊ ബസ്സുകാർ കളിയാക്കണേന്ന് ചോദിച്ചാൽ അവരങ്ങ് പോകും. പിന്നെ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ വെച്ചാൽ അവിടെ നിന്നാൽ ശരിയല്ല, ഞാൻ ഉടനെ അവിടെ നിന്ന് ഓടി മുമ്പോട്ട് പോയി ഒരു ബസ് വന്ന് ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോ ആ സാം വർഗീസ് എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹത്തിന്റെ പപ്പ ഉണ്ടായിരുന്നു. അപ്പോ ലൈഫ് ഫെലോഷിപ്പ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ആ കൂട്ടായ്മ. അദ്ദേഹം എന്നെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഞാൻ 10-15 ദിവസം താമസിച്ചു. അങ്ങനെ അവരെന്നോട് നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പ്രവർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ സഹോദരന്മാർ പറഞ്ഞിരുന്നു, ബ്രദർ പൊയ്ക്കളയരുത്, ഞങ്ങളെ ഇട്ടിട്ട് പോകരുത്, ഒരു 5-6 പേര് ധ്യാനം കൂടിയവരാണ്, അപ്പൊ നമുക്കൊരു ഒരു പ്രാർത്ഥന തുടങ്ങുന്നതൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു 12 ദിവസം 14 ദിവസം അവിടുത്തെ ആവശ്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പോകാനിരിക്കാൻ പറ്റില്ല, ഞാൻ കല്ലയത്തേക്ക് പോകുന്നു, എന്റെ സ്ഥലം കല്ലയമാണ്, തിരുവനന്തപുരം കല്ലയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കല്ലയത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോ അവര് എന്റെ നിർബന്ധപ്രകാരം എന്നാ പൊയ്ക്കോന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഒരു ഉപവാസപ്രാർത്ഥന തുടങ്ങി. 3 ദിവസം 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഉപവാസം കഴിഞ്ഞ് അന്ന് തന്നെ തിരുമേശയും നടന്നു, അറിയാവുന്ന രീതിയിൽ നടത്തി. പിന്നത്തേൽ ഈ സാംബറീസ് എന്ന് പറഞ്ഞ ആ ദേവദാസനും ഭാര്യയും വന്ന് ഈ പെന്തക്കോസ്തിന്റെ വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു. അതുവരെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണ് ഈ കൂട്ടായ്മ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ രോഗിയായി തീർന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കണ്ടെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ദൈവവചനം പഠിക്കാൻ പോയപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപനം പറയും, സ്വന്തം കുടുംബത്തെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ കർത്താവിന്റെ സഭയെ നോക്കും, അതുകൊണ്ട് കുടുംബസ്ഥനാവണമെന്ന് പലവട്ടവും പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പലയിടങ്ങളിലും പ്രാർത്ഥിച്ചു പോയി. ഞാൻ തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്ന് 2-3 ദിവസം കിടപ്പായി പോയി. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ചൊക്കെ എഴുന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സഹോദരന്മാരും പറഞ്ഞ്, എന്റെ വീട്ടുകാരും പറഞ്ഞ്, ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കരുത്, ഒന്നില്ലെങ്കിൽ തിരിച്ചു പോകണം ആശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ വേറെ സഹോദരന്മാരോട് ജീവിക്കണം, അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് എന്റെ മനസ്സിൽ കണ്ടത് എന്റെ കുടുംബം, എന്റെ രക്ഷയിലേക്ക് കൊടുക്കുന്ന ആ കുടുംബത്തെ അവിടെ 2 പെൺകുട്ടികളായിരുന്നു അമ്മച്ചിക്ക്. എന്റെ മൂത്ത മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു അപ്പച്ചന്റെ അടുത്ത് ആലോചിച്ചു. ആ അപ്പച്ചൻ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് അത്ഭുതമായിട്ട് തോന്നി. ഞാൻ വിവാഹം കഴിക്കുന്നതൊക്കെ അറിയാം. അത് അവർക്ക് അത്ഭുതമായിട്ട്, ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രദർ പീറ്റർ തന്നെയെന്ന് പറഞ്ഞു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും അവർ ഞങ്ങൾ ഏത് ദിവസം ഉപസിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ വീടൂല കൂടൂല ഒറ്റ കിടക്കുന്ന ആളാണ്. അപ്പൊ അവര് ഉപസിച്ച് കഴിഞ്ഞപ്പോ വിവാഹം നടത്താന്ന് പറഞ്ഞു. അവര് തന്നെ 30,000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടാണ് വിവാഹത്തിന്റെ ചെലവിന് വേണ്ടിയൊക്കെ തന്നു. വിവാഹം നടന്ന് എന്റെ വീട്ടുകാരൊക്കെ സഹകരിച്ച് അങ്ങനെ ആ കുടുംബത്തിന് കല്യാണം കഴിച്ച് ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെയും തന്നു. മൂത്ത ആള് ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞ് MBA MA കഴിഞ്ഞ് ഇപ്പൊ ചെറിയ പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയാള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വമായിട്ട് കർത്താവ് ഈ കൂട്ടത്തിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം സൗജന്യമായിട്ട് ഒരു കുടുംബക്കാർ, ഞാൻ സ്ഥാനപ്പെടുത്തിയ കുടുംബക്കാർ തന്ന് അവിടെ ഒരു നല്ലൊരു ആലയം വെച്ച് 2 നില കെട്ടിടം വെച്ച് അതിന്റെ മുകളിൽ ഞങ്ങൾ താമസിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10-70 പേരെങ്കിലും സ്ഥാനപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്. ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഇത്രത്തോളം ദൈവം മാനിച്ച് എന്ന എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. എല്ലാ സാധനങ്ങളും ഏകദേശം എല്ലാ സാധനവും സൗജന്യമാണ് കർത്താവ് തന്നത്. അങ്ങനെ ഈ സത്യവചനം അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചാനലിലൂടെ കേൾക്കുന്ന, എന്നെ ക്ഷമിക്കുന്ന കൃത്യമായിട്ട് കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർക്കാണ് എൻ്റെ ഈ സാക്ഷി ഏറ്റവും നല്ലത്. കാരണം അവരുടെ എല്ലാ വഴികളും എനിക്കറിയാം. ഇതൊന്നും നമ്മൾ അറിവില്ലായ്മ വളരെ ഭയഭക്തിയോടെ ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ കർത്താവ് മാത്രം ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ യേശു ഉള്ളത്തിൽ വന്നപ്പോൾ ബാക്കിയെല്ലാം മാറി. ഈ ഇരുട്ട് മാറി, വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് മാറിയ പോലെ യേശു ഉള്ളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം തന്നു. അപ്പോ ഈ ഒരു ചാനലിലൂടെ കയറാനുള്ള അവസരം എനിക്ക് ദൈവദാസയുടെ നേരത്തെ പരിചയമില്ലായിരുന്നു. എങ്ങനെ എനിക്ക് അറിഞ്ഞില്ല. എങ്ങനെ അറിഞ്ഞത് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ കിട്ടിയ അവസരം. നേരത്തെ ഒരു ചാനലിൽ ഞാൻ ഒരു 30-35 മിനിറ്റ് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു അത്രയും നമുക്ക് പറയാൻ സമയമുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂറെങ്കിലും സമയമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഞാൻ നീട്ടി പറഞ്ഞു ഇനിയും സാക്ഷ്യവും ഉണ്ട് എങ്കിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര സമയമായില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. മാത്രമല്ല എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും കർത്താവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രക്ഷയിലേക്ക് വരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മറ്റൊന്നുമില്ല. ആമേൻ. നിങ്ങൾ ഭൂമിയിലുള്ള കാര്യമല്ല, സ്വർഗത്തിലെ കാര്യം തന്നെ അന്വേഷിപ്പില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ 70, 80, ഇനി 100, 120 ആയിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് നമ്മൾ പോവുകയില്ല. പക്ഷെ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആദ്യ മനുഷ്യനും ഹൃദയത്തിൽ തോന്നാത്ത നിത്യജീവനാണ്. മരണമില്ലാത്ത ജീവിതമാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കാൻ എന്നെ സേവിക്കുന്ന ദൈവമക്കളെ കൃത്യമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് എന്നെ അവസരം ഒരുക്കി തന്ന ദൈവദാസനും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഓക്കെ പാസ്റ്ററെ,
അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിത അനുഭവം, ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഉണ്ടായതായ നല്ലൊരു ആത്മീയ അനുഭവം ഇന്ന് പകലിൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം നമ്മളെ കാലകാലങ്ങളായി തിരഞ്ഞെടുത്ത് അവൻ്റെ വയലിൽ ആക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലവിധമായ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ കർത്താവിൻ്റെ വൃത്തിന് കൊടുത്ത് ഇന്ന് ഒരു കുടുംബജീവിതം വേണ്ട എന്ന് വെച്ച് ജീവിതത്തെ മുന്നോട്ട് നീക്കിയ സ്ഥാനത്ത് കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇന്ന് സഹായിക്കുന്നല്ലോ. കർത്തദാസൻ്റെ സാക്ഷ്യം കേൾവിക്കാരാകുന്ന അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ വൃത്തിയിലൂടെ കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായ സ്തോത്രം. ഈ സാക്ഷ്യം അനേകരെ ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിനും കാരണമായി തീരണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബമായി മാനിക്കണമേ. സമയങ്ങൾ വേർതിരിച്ചു തരുവാൻ വൃത്തിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കൂടുതലായി കർത്തൃവേലയിൽ ശോഭിപ്പാൻ ദൈവം പിന്നെയും കൃപ ചെയ്യണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കേൾക്കാൻ കർത്താവ് സഹായിച്ചു. പിന്നെയും മാനിക്കട്ടെ. ഏത് ഡിനോമിനേഷനോട് ചേർന്ന ദേവദാസൻ ഇപ്പം നിൽക്കുന്നത്? ഇൻഡിപെൻഡന്റ് ചർച്ച്. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്തദാസിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയും ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഞങ്ങൾക്കൊന്ന് വാട്സപ്പിലൊന്ന് അയച്ചു തരണേ. നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മൾ കർത്തദാസിൻ്റെ ഫോട്ടോയും കൂടെ വെച്ചായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, കർത്തൃത്വത്തിൻ്റെ അറിവിൽ ഇതുപോലെ നല്ല അനുഭവങ്ങളുള്ള സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ആ നമ്പരും പേരും കൂടെ ഒന്ന് എൻ്റെ വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ. സമയം ഇത്രത്തോളം ഞങ്ങൾക്ക് വേർതിരിച്ച് തന്നതിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ. താങ്ക്സ്. ലീവ് ചെയ്തോ ദൈവാസനെ.